പ്രാചേസസസ്തു ഭഗവന്നപരോഹിതക്ഷഃ ത്വൽസേവനം വ്യതിതസർഗവിവൃദ്ധികാമ ആവിർബഭൂവി തദാ ലസദഷ്ടബാഹുസ്തസ്മൈ വരം ദധിതതാം ച വധൂം അസിഗ്നിം തസ്യാത്മജാസ്ത്വയുതമീശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപു നൈകത്രവാസമൃഷയേ സമുമോച ശാപം ഭക്രോത്തമസ്തൃഷിരനുഗ്രഹമേവ മേനി ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജതഃ കുലൗകാൻ ദൗഹിത്രസൂനുരഥ തസ്യ വിശ്വരൂപ തൽസ്തോത്രവർണ്ണിതമജാവയനിന്ദ്രമാജൗ ദേവസ്ത്വതീയമഹിമാ ഖലു സർവജൈത്ര പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതോ പുത്രാഗ്രഹീ നൃപതിരംഗിരസ പ്രഭാവാൽ ലബ്ധൈകപുത്രമഥ തത്ര ഹരേ സവത്നീ സംഘൈരമുഹ്യതവശസ്തവ മായയാസൗ തം നാരദത്തു സമമംഗിരസാദയാലു സംപ്രാപ്യ താവതുപദിനശ സുതസ്യ ജീവം കസ്യാസ്തി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം त्यक्त्वा त्वदर्चनविधौ नृपतिं न्ययुङ्क्ता स्तोत्रं च मन्त्रमपि नारदतोऽथ लब्ध्वा तोषाय शेषवपुषो ननुते तपस्यन् विद्याधराधिपतिनां सहि सप्तरात्रे जग्ध्वाप्यगुण्डमनुरन्नभजल्भवन्तम् तस्मै मृणालधवलेन सहस्रशीर्ष्णा रूपेण बद्धनुतिसिद्धगणावृतेन प्रादुर्भवन्नतिरतोऽनुदिभिः प्रसन्नो दत्त्वात्मतत्त्वमनुगृह्य तिरोददाता कल्पक्रमौलिरहसोऽपि च लक्षलक्षम् वर्षाणि हर्षलुमना भुवनेषु कामम् सङ्गापयन् गुणगणम् तव सुन्दरीभिः सङ्गादिरेकरहितो ललितम् चचार अत्यङ्गसङ्गविलयाय भवल्प्रणुन्नो नूनं सरौप्यगिरिमाप्यमहल् समाजे निःसङ्गमङ्गकृतवल्लभमङ्गजारिम् तं शङ्करम् परिहसन्नु मयाभिसेवे निःसम्भ्रमत्वयमयाचितयाममोक्षौ वित्रासुरत्वमुपगम्य सुरेन्द्रयोधी भक्र्याल्पतत्त्वकथनैः समरे विचित्रम् शत्रोरभिभ्रममपास्य गतः पदम् ते त्वल्सेवनेन दिदिरिन्द्रवतोद्यतामि तान् प्रत्युरेन्द्र सुहृदो मरुतो विलेभे दुष्टाशये शुभदैव भवन्निषेवा तत्तादृशस्त्वमाम् पवनालयेशा सर्वत्र गोविन्दनाम सङ्कीर्तनम् गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय हिरण्याक्षे पोत्रिप्रवरवपुषा देव भवता हते शोकक्रोधग्लपितधृतिरेतस्य सहजा हिरण्यप्रारम्भ कशिपुरमरारादिसदसि प्रतिज्ञामादेने तव किल वधार्थम् मुररिपो विधातारम् घोरम् स खलु तपसि त्वानचिरः पुनः साक्षात् कुर्वन् सुरनरमृगाद्यैरनिधनम् वरम् लब्ध्वा तृप्तो जगदिह भवन्नायकमिदम् परिक्षुन्द्रन् इन्द्राल् अहरतदिवम् त्वाम् अगणयन् निहन्तुम् त्वाम् भूयस्तव पदम् अवाप्तस्य चरिपोः बहिर्दृष्टेरन्तर्दधितहृदये सूक्ष्मवपुषा नदन्नुच्चै तत्राप्यखिलभुवनान्ते च मृगयन् भिया यातम् मत्वा स खलु चितकाशी निववृते ततोऽस्य प्रह्लादः समजनिसुतो गर्भवसतौ मुनेर्वीणाबाणे अधिगतभवल्भक्तिमहिमा स वै जात्यादैत्य शिशिरभिसमेत्य त्वयिरतिम् गतस्त्वल्भक्तानाम् वरद परमोदाहरणताम् सुरारीणाम् हास्यम् तव चरणदास्यम् निजसुते
സ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസാവിധം ഇതമഭദ്രായ ദൃഢമിത്യവാകുർവൻ സർവം തവ ചരണഭക്രേവ വവൃതേ അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിവൃഷ്ടേധതനയേ ഭവൽഭക്തിം വര്യാം അഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ സശൂലൈരാവിദ്ധ സുബഹുമധിതോ ദിഗ്ഗജഗണേർം മഹാസർപ്പേർദഷ്ടോവി അനശനകരാഹാരവിധുത ഗിരീന്ദ്രോ അക്ഷിപ്താപ്യഹ പരമാത്മന്നയി വിഭോ ത്വയിന്യസ്മാത്മത്വാൽ കിമിവ ന നിപീഡാമഭജതാ തതഃ ശങ്കാവിഷ്ട പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്രിയാതൽഗേഹേ കില വരുണവാസൈസ്തമരുണൽ ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവൽ ഭക്രേഃ തത്വം പരമമവി വിജ്ഞാനമശിശൽ പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വൽ സ്തുതിപരം രുഷാന്ധപ്രാഹൈന കുലഹരഹസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠ തവ ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതിയിൽ അരേ ക്വാസൗ സകല ജഗദാത്മാ ഹരിനിധി പ്രഭിന്ദേസ്തംഭം ചരിതകരവാളോദിതി സുത അതഃ പശ്ചാദ്വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഗടയമാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം, സദ്ഗുരുനാഥ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്യസജ്ജനങ്ങളെ വന്ദനം. ദക്ഷന്റെ കഥ നാം ഇന്ന് രാവിലെ അനുസ്മരിച്ചു. ആ ദക്ഷൻ പരമേശ്വരനെ നിന്ദിച്ച് തല പോയി. പിന്നെ പരമേശ്വരൻ തന്നെ കാരുണ്യം കൊണ്ട് ഒരാടിന്റെ തല എടുത്തു വെച്ചു. ലോകത്തിൽ മുഴുവൻ പരിഹാസപാത്രമായിട്ട് സഞ്ചരിച്ച് അവസാനം അദ്ദേഹം ആ ശരീരം ഉപേക്ഷിച്ചു. പ്രചേതസ്സുകളുടെ പുത്രനായിട്ട് അദ്ദേഹം ജനിച്ചു. പ്രചേതസ്സുകൾ തപസ് ചെയ്യാൻ പോയി എന്നുള്ള ചരിത്രം നാം കേട്ടു. ദക്ഷനും തപസ് ചെയ്യാൻ പോയി. അപ്പോഴാണല്ലോ പ്രിയവ്രതൻ രാജ്യഭരണം ഏറ്റെടുത്തത്. ഈ ദക്ഷൻ 2-3 മന്വന്തരക്കാലം തപസ് ചെയ്തു. ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭാഗവതത്തിൽ പറയുന്നത് വാചക്കൂടം, ദക്ഷൻ ഭഗവാനെ ഒരു മന്ത്രം കൊണ്ട് സ്തുതിച്ചു. ഹംസഗുഹ്യം എന്നു പേരായിട്ടുള്ളൊരു മന്ത്രം കൊണ്ട് സ്തുതിച്ചു. ഭഗവാൻ അദ്ദേഹത്തിന് സൃഷ്ടി ചെയ്യാനുള്ള ശക്തിയൊക്കെ കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. അസിക്നി എന്നു പേരായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി അനുവാദത്തോടുകൂടി ദക്ഷൻ വിവാഹം കഴിച്ചു. സൃഷ്ടിയുടെ കാര്യത്തിൽ ദക്ഷൻ മഹായോഗ്യൻ തന്നെ ആയിരുന്നു. ആദ്യം ഒരു 10,000 പേരെ സൃഷ്ടിച്ചു. പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഇന്ന് ഉള്ള വിചാരം അങ്ങനെയാണ്. ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നർത്ഥം. ആരാ സമർത്ഥൻ? കുടുംബം ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ കഴിവുള്ളവനെ സമർത്ഥൻ എന്ന് പറയുന്നു. നല്ല വീട്, നല്ല വാഹനം, അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനം, ഇതൊക്കെ ഉള്ളവനെ സമർത്ഥൻ എന്ന് പറയുന്നു. ഇത് ലൗകിക സ്വഭാവമാണ്. ഇതൊക്കെ ദക്ഷനുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല സാമർഥ്യമുണ്ടാവുന്നത്. ഈശ്വരനെ സേവിച്ച് ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സമർത്ഥൻ.
ദക്ഷൻ 10,000 ആൺകുട്ടികളെയാണ് സൃഷ്ടിച്ചത് ആദ്യത്തെ പ്രാവശ്യം. ഹര്യശ്വസം ജ്ഞാനയുതം പുത്രാനജനയൽ പ്രഭു. ഈ 10,000 കുട്ടികളുടെയൊക്കെ പേര് പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഒരാളുടെ പേര് പറഞ്ഞു. ആദ്യത്തെ മകന്റെ പേര് ഹര്യശ്വൻ ആയിരുന്നു. പിന്നെ അനിയന്മാരും എല്ലാവരും കൂടി 10,000 ആൺകുട്ടികൾ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി തിരിച്ചു വന്ന് എന്നെ സൃഷ്ടികർമ്മത്തിൽ സഹായിക്കണം എന്ന്. പോകുന്ന വഴിയിൽ അവർ നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷി അവരെയും കണ്ടു. വാചക്കൂടം എന്നു പേരായിട്ടുള്ള ഒരു 10 പ്രശ്നങ്ങൾ ഒന്നിച്ച് ചോദിച്ചു നാരദ മഹർഷി. അവർ അതിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എവിടെ തൊട്ടാലും മുറിയുന്ന വാള്, അകത്തേക്ക് കടന്നാൽ പുറത്തേക്ക് വരാൻ പറ്റാത്ത ഗുഹ. വാചക്കൂടെന്ന് പറഞ്ഞാൽ കടങ്കഥ എന്ന് പറയാം വേണമെങ്കിൽ. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ടിവിയിലൊക്കെ കാണുന്ന, നമ്മളൊക്കെ കാണാറുണ്ടല്ലോ, നമ്മളൊക്കെ വിഡ്ഢികളാക്കിയിട്ട് ഒരാളിങ്ങനെ ചോദ്യം ചോദിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവര് അതിന് പറയാൻ സാധിക്കാതെ ഇരുന്നാൽ അവർക്ക് മാർക്ക് പോയി, പറഞ്ഞാൽ മാർക്ക് കിട്ടി, തെറ്റി പറഞ്ഞാൽ മൈനസ് മാർക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കാണാറുണ്ടല്ലോ ടിവിയിൽ. അതുപോലെ നാരദ മഹർഷി ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും വേഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, എതിർദിശകളിലേക്ക് ഒരേ സമയത്ത് അതിശക്തിയോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി, 25 അത്ഭുതമുള്ള ഗൃഹം, അതുപോലെ തന്നെ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ സ്ത്രീകളാണ്, അങ്ങനെ ഒരു നാട്. ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങളുടെ നാടിന്റെ അതിർത്തി അറിയുമോന്നും ചോദിച്ചു. ഇതൊന്നും അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരതിന് ഉത്തരം കണ്ടുപിടിച്ചു. ഈ നാടിന്റെ അതിർത്തി എന്ന് പറഞ്ഞത് ഭൂക്ഷേത്രം, ജീവസംയമ്യത് അനാദി നിജബന്ധനം, കർമ്മബന്ധനത്താണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാക്കി. അവര് മനസ്സിലാക്കി. എവിടെ തൊട്ടാലും മുറിയുന്ന വാള് എന്ന് പറഞ്ഞത് കുടുംബജീവിതാണ്. ഇതിലെപ്പോഴും ദുഃഖം മാത്രമേ ഉള്ളൂ. അതാണ്. പരസ്പരം ഇനി ഇഷ്ടപ്പെട്ടിട്ട് കുടുംബത്തിൽ വഴക്കും ബഹളമൊന്നും ഇല്ലാത്ത കുടുംബമാണെങ്കിൽ തന്നെ ആ കുടുംബത്തിൽ ദുഃഖം ഉണ്ടാവും. പലതരത്തിലുള്ള രോഗങ്ങൾ വരാം, അല്ലെങ്കിൽ മരണങ്ങൾ വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് ബന്ധുക്കൾ ആരെങ്കിലും ഒരാളെ കാണാതായി എന്നൊക്കെ വരാം. ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങളും നിറഞ്ഞതാണ് കുടുംബജീവിതം. സുഖാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ ജനനം മരണമാണ്. എതിർദിശകളിലേക്ക് അതിവേഗത്തോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 നദി. ഇങ്ങനെ എല്ലാം അവർ മനസ്സിലാക്കി. അകത്തേക്ക് കടന്നാൽ പുറത്തേക്ക് വരാൻ പറ്റാത്ത ഗുഹ എന്ന് പറയുന്നത് മോക്ഷമാണ് എന്നറിഞ്ഞ് അവർ മോക്ഷത്തിലേക്ക് പ്രവേശിച്ചു. നാരദ മഹർഷി ഇതറിഞ്ഞിട്ട് വളരെ സന്തോഷിച്ചു. ദക്ഷനാണെങ്കിലോ 2ാമത് 1000 ആൺകുട്ടികളെ സൃഷ്ടിച്ചു. അവരും ഇതുപോലെ നാരദ മഹർഷിയുടെ ശിഷ്യന്മാരായിട്ട് പോയി. ഇത് കേട്ടിട്ട് ദക്ഷന് കോപമുണ്ടായി. നാരദ മഹർഷിയെ ശപിക്കാൻ വരികയാണ്. ദക്ഷനെ കാണാൻ വേണ്ടി നാരദ മഹർഷിയും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ദക്ഷൻ നാരദനെ കുറെ അങ്ങ് ശകാരിച്ചു. അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഒക്കെ ചിരിച്ചുകൊണ്ട് നിന്ന് കേട്ടു. നാരദ മഹർഷിയെ ശപിച്ചു, അങ്ങക്ക് ഒരു സ്ഥലത്തും നിൽക്കാൻ വയ്യാതെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. പെൺകുട്ടികളെ സൃഷ്ടിച്ചപ്പോൾ അതിന്റെ വിഷമം അറിഞ്ഞില്ല. അവരുടെ കല്യാണപ്രായം ആയപ്പോഴാണ് വിഷമം അറിഞ്ഞത്. കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ, പറ്റിയ പുരുഷന്മാരെ കിട്ടണ്ടേ, അതൊരു നല്ല വിഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവെ ഒരു ധാരണയുണ്ട്. എന്താന്നല്ലേ, പെൺകുട്ടികൾ പ്രായം തികഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം. പിന്നെ നാട്ടുകാരുടെ ഓരോരുത്തരുടെ സഹതാപം കേൾക്കണം. കല്യാണം കഴിഞ്ഞില്ലേ അല്ലേ, കഷ്ടായിട്ടോ, ഇനിയും കഴിഞ്ഞില്ലേ. ചോദിക്കണത് കേട്ടാ തോന്നും അവരാണ് കല്യാണം കഴിപ്പിക്കാനുള്ള ആൾക്കാര്. ഓരോ ഉപകാരവും ചെയ്യൂല.
അങ്ങനെ പൊതുവെ നമ്മുടെ നാട്ടില് ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞു വന്നു. കാരണം ഇപ്പൊ പുരുഷന്മാരെ പോലെ മിക്കവാറും എല്ലാ രംഗങ്ങളിലും സ്ത്രീകളും ഒക്കെ പ്രവേശിച്ചു. എന്നാലും മുഴുവനൊന്നും മാറിയിട്ടില്ല, മുഴുവൻ മാറില്ല. കാരണം പുരുഷനും സ്ത്രീയും ഒരുപോലെ അല്ലല്ലോ, ഒരുപോലെ ആവൂല്ല. അത് സൃഷ്ടിയിൽ തന്നെ പ്രത്യേകത ഉണ്ട്. പുരുഷൻ പുരുഷനാണ്, സ്ത്രീ സ്ത്രീയാണ്. എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും ആ പ്രത്യേകത മാറാൻ പോകുന്നില്ല. കുറെയൊക്കെ മാറ്റം ഉണ്ടാവാം എന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പൂർവികനായിട്ടുള്ള മനു പറഞ്ഞത്, ബാല്യകാലത്ത് പിതാ രക്ഷതി കൗമാരേ, കുട്ടികളെ അച്ഛൻ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഭർത്താരക്ഷതി യൗവനേ, യൗവനകാലത്ത് ഭർത്താവ് രക്ഷിക്കണം. പുത്രോ രക്ഷതി വാർദ്ധക്യേ, വാർദ്ധക്യം ബാധിച്ചാൽ സ്ത്രീകളെ വയസ്സുകാലത്ത് ആൺകുട്ടികൾ മക്കള് രക്ഷിക്കണം. ആൺകുട്ടികൾ തന്നെ രക്ഷിക്കണം എന്നാ പറഞ്ഞു, പെൺകുട്ടികളല്ല. ന സ്ത്രീ സ്വാതന്ത്ര്യമരിഹതി എന്ന് പറഞ്ഞ സ്ത്രീകള് റോട്ടിൽ അലിഞ്ഞു തിരഞ്ഞ് നടക്കേണ്ട ഗതികേടുണ്ടാവരുതെന്നാ ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്നല്ല. അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയില്ല. അത് ഭാരതത്തിലേ ഉള്ളൂ ആ സംസ്കാരം. ഇപ്പൊ നമ്മൾ വൈദേശിക സംസ്കാരം കടമെടുത്തിട്ട് ഇപ്പോ വയസ്സായ അമ്മമാരെ എവിടെങ്കിലും കൊണ്ടുപോയി ആക്കണ സംസ്കാരം വന്നു തുടങ്ങി. നാട്ടിലൊക്കെ ഇപ്പോ ഈ വൃദ്ധന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങള് വർദ്ധിച്ചു വരികയാണ്. അതില് വലിയ സന്തോഷിക്കൊന്നും വേണ്ട. അവിടെയൊക്കെ താമസിക്കാൻ വൃദ്ധന്മാരുണ്ടായിട്ടല്ലേ. കഴിവില്ലാത്ത മക്കളുടെ അച്ഛനും അമ്മയല്ല അധികം പോയി ഈ വൃദ്ധസദനത്തിൽ താമസിക്കുന്നത്. നല്ല കഴിവുള്ള മക്കളുടെ അച്ഛനമ്മമാരാ. നല്ല ഉദ്യോഗമുണ്ട്, നല്ല സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത ഉണ്ട്. അങ്ങനെയുള്ളവരുടെ മാതാപിതാക്കന്മാരാണ് ഈ വൃദ്ധാശ്രമത്തിലൊക്കെ പോയി താമസിക്കുന്നത്. ഇടത്തരക്കാരുടെ അച്ഛനമ്മമാര് പോയി താമസിക്കുന്നില്ല. കാരണം അവരെ മക്കള് നോക്കിക്കോളും. അപ്പൊ സ്ത്രീകളെ എല്ലാ സമയത്തും സംരക്ഷിക്കണം. അവര് സംരക്ഷണം വേണ്ടവരാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവന്മാർ സന്തോഷിക്കുന്നു എന്നും ഈ മനു പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അറിയാതെയാണ്, ഇതൊന്നും മുഴുവൻ വായിക്കാതെയാണ്. പിന്നെ പൊതുവെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ ഇന്നത്തെ ഒരു സ്വഭാവമാണ് ഹിന്ദുക്കളെ എന്തെങ്കിലുമൊക്കെ പഴി പറയുക, ചീത്ത പറയുക, അവരുടെ ദേവന്മാരൊക്കെ കുറ്റം പറയുക, ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളത്തൊക്കെ അപകീർത്തിപരമായിട്ട് ചിത്രീകരിക്കുക. അതുപോലെ ക്ഷേത്രത്തിലെ പൂജാരിമാര് തന്ത്രിമാര് അവരൊക്കെ തെറി പറയുക. ഇതൊക്കെ ചെയ്താൽ അവര് മാന്യന്മാരാണ് എന്ന്. എന്നാൽ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ അച്ഛന്മാരെ പറ്റി പറയാൻ ധൈര്യമുണ്ടോ? മുസ്ലിങ്ങളുടെ അവരുടെ മൗലവിയെ പറ്റി പറയാൻ ധൈര്യമുണ്ടോ? ഡൽഹിയിലെ ഇമാം സയ്യദ് ബുഖാരി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ടായി കുറച്ചു കാലം മുമ്പ്. അറസ്റ്റ് ചെയ്തില്ല. എന്താ കാരണം? അറസ്റ്റ് ചെയ്ത കഥറിയും അത് തന്നെ. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളെ പറ്റി കുറ്റം പറയാൻ പലരും ഉണ്ട്. പക്ഷെ ദോഷം മറ്റതിനും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പറയില്ല. ദോഷം എല്ലായിടത്തും ഉണ്ട്. ക്ഷേത്രങ്ങളിലും ദോഷമുണ്ട്, പൂജാരിമാരിലും ദോഷമുണ്ട്, എല്ലാവരിലും ഉണ്ട് ദോഷം. നല്ലവരും എല്ലാവരിലും ഉണ്ട്. അതൊരു സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വർഗത്തിന്റെയോ ദോഷം അല്ല. അത് മനസ്സിലാക്കിയിട്ട് അത് വ്യക്തികളുടെ ദോഷങ്ങളാണ്. അത് വ്യക്തികളുടേതായിട്ട് തന്നെ കാണണം. അതുപോലെ ചില ക്ഷേത്രത്തിൽ എന്തെങ്കിലും ദോഷം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഭരിക്കുന്നവരുടെയും അതിന്റെ അടുത്ത് താമസിക്കുന്നവരുടെയൊക്കെ ദോഷമാണ്, ക്ഷേത്രത്തിന്റെ ദോഷമല്ല. ഒരു ഡോക്ടറെ മരുന്ന് കൊടുത്തിട്ട് ഒരാള് മരിച്ചുപോയി. അതുകൊണ്ട് ഇനി മെഡിസിൻ ആരും പഠിക്കേണ്ട, ആരും ഡോക്ടർമാരുടെ അടുത്ത് പോകണ്ട എന്ന് പറയാറുണ്ടോ? ഡോക്ടർമാരുടെ ഇടയിൽ വ്യാജന്മാരുണ്ട്, കള്ള ഡോക്ടർമാരുണ്ട്.
എന്നുവെച്ച് ഡോക്ടർമാരുടെ സേവനം നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ക്ഷേത്രങ്ങളും മഹാത്മാക്കളും ഈ സമൂഹത്തിന്റെ സുസ്ഥിതിയൊക്കെ ലോകത്തിന് ആവശ്യമാണ്. അത് പൊതുവെ ഇന്നത്തെ ലോകത്തിന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ചീത്ത പറയാന്ന്. തിരിച്ചു ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ടാ ഹിന്ദുക്കളെ പറഞ്ഞ ആരും തിരിച്ചു ചോദിക്കില്ല, എന്ത് വേണമെങ്കിൽ പറയാം. അതൊരു മാന്യത കൂടി ആയിട്ടുണ്ട്. അപ്പോ ഈ ദക്ഷൻ പിന്നീട് 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. അവരുടെ വിവാഹം കഴിയാൻ കുറച്ചു വിഷമിച്ചു. 27 പേരെ ചന്ദ്രനാണ് വിവാഹം കഴിച്ചത്, 13 പേരെ ദക്ഷനാണ് വിവാഹം കഴിച്ചത്, 10 പേരെ ധർമ്മം ആണ് വിവാഹം കഴിച്ചത്, 13 പേരെ കശ്യപ പ്രജാപതിയാണ് വിവാഹം കഴിച്ചത്. പിന്നെ 6 പേരെ ഈ 2 പെൺകുട്ടികളെ വീതം 3 പേര് വിവാഹം കഴിച്ചു. അവസാനമുള്ള 4 പേരെ താർക്ഷനും വിവാഹം കഴിച്ചു. ഇങ്ങനെ ആ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷേ ദക്ഷൻ അതുകൊണ്ട് വലിയ സുഖമൊന്നും ഉണ്ടായില്ല. ഈശ്വരനെ നിന്ദിക്കുന്നവർക്ക് ജീവിതത്തിൽ സുഖവും സമാധാനവും ഉണ്ടാവില്ല. അതിന്റെ ദോഷം തീരണം എന്നുണ്ടെങ്കിൽ ഏത് ഈശ്വരനെയാണോ നിന്ദിച്ചത്, ഏത് സജ്ജനങ്ങളെയാണോ നിന്ദിച്ചത്, അവരുടെ കാൽക്കൽ പോയി വീണ് അവരുടെ അനുഗ്രഹം വാങ്ങണം. എന്നാലേ അതിന്റെ ദോഷം തീരുള്ളൂ. ദക്ഷൻ ശ്രീപരമേശ്വരനെയാണ് നിന്ദിച്ചത്. പരമേശ്വരൻ മഹാവിഷ്ണുവിന്റെ ഉത്തമ ഭക്തനാണ്. വിഷ്ണുഭക്തന്മാരിൽ പരമേശ്വരനാണ് ഞാൻ, വൈഷ്ണവാനാം അഹം ശംഭുഹു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ദക്ഷന് ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും വലിയ സുഖവും സമാധാനവും ഒന്നും സംഭവിക്കാതിരുന്നത്. ഭഗവാനെ നേരിട്ട് കണ്ടിട്ട് പോലും അദ്ദേഹത്തിന് സുഖം ഉണ്ടായില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് ഭാഗവതത്തിൽ പറയുന്നത് ശരദ്രദൈവ ആമലഹ എന്നാണ്. ശരത്കാലത്തെ പൊയ്ക പോലെ മനസ്സ് ശാന്തമായി. എന്താ ഈ ശരത്കാലത്തെ പൊയ്ക പോലെ എന്ന് പറയാൻ കാരണം, മഴക്കാലത്ത് വെള്ളമൊക്കെ അടിയിലുള്ള ചെളിയൊക്കെ മുകളിലേക്ക് വന്ന് വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞിരിക്കും. മഴ പോയി കഴിഞ്ഞാൽ ചെളിയൊക്കെ താഴത്തേക്ക് താഴും. വെള്ളം കണ്ടാൽ നല്ല വൃത്തിയുള്ളതാണെന്ന് തോന്നും, പക്ഷെ അടിയിലുള്ള ചെളി അങ്ങോട്ടും പോയിട്ടില്ല, ചെളി അവിടെ തന്നെ കിടക്കുക. അപ്പൊ ഭഗവാനെ തപസ് ചെയ്തിട്ടും സന്തോഷിപ്പിച്ചിട്ടും ഭഗവാനെ കണ്ടിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലെ ചെളി നശിച്ചില്ല എന്നർത്ഥം. ഇത്രയും പറഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് പിന്നെ വേറെ ഒരു കഥ ആരംഭിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് പിന്നെ വേറെ ഒരു കഥ ആരംഭിക്കുകയാണ്. ഭാഗവതത്തില് പറഞ്ഞതുപോലെയല്ല ഈ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്ന് പേരായിട്ടുള്ള രാജാവ് അങ്കിരസ് മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു മകനെ കിട്ടി. പക്ഷേ മറ്റുള്ള ഭാര്യമാർ, ഇദ്ദേഹത്തിന് അനവധി ഭാര്യമാരുണ്ട്, അവരെല്ലാവരും കൂടി സംഘം ചേർന്ന് ഈ ഉണ്ണിക്ക് വിഷം കൊടുത്തു കൊന്നു. വളരെയധികം ദുഃഖിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നാരദനും അങ്കിരസും കൂടി വന്നത്. അവരുടെ ഉപദേശം കേട്ട് അദ്ദേഹത്തിന് ഈ പുത്രനെ രണ്ടാമത് ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ നിഷ്ഫലമാണ് എന്ന് മനസ്സിലായി. നാരദ മഹർഷി അദ്ദേഹത്തിനൊരു മന്ത്രോപദേശം കൊടുത്തു. ഭഗവാനെ സേവിച്ചു. കുറച്ചുകാലം സേവിച്ചതിന്റെ ഫലമായിട്ട് സംഘർഷണമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. വിദ്യാധരന്മാരുടെ ആധിപത്യം കിട്ടി. വിമാനം കൊടുത്തു. വിദ്യാധര സ്ത്രീകളോടുകൂടി അദ്ദേഹം ആകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈലാസത്തിൽ ശ്രീപരമേശ്വരൻ ശ്രീപാർവതിയെ മടിയിൽ വെച്ചുകൊണ്ട് ചിന്മുദ്രയോടുകൂടിയിട്ട് മഹർഷിമാർക്ക് ഉപദേശം കൊടുക്കുന്നതാണ് കണ്ടത്. ഒന്നും പറയുന്നില്ല ശ്രീപരമേശ്വരൻ. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാ ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരുര്യുവാ
ഗുരുനാഥൻ ചെറുപ്പക്കാരനാണ്, ശിഷ്യന്മാര് വൃദ്ധന്മാരും. ഗുരുനാഥൻ ഒന്നും പറയുന്നില്ല, ശിഷ്യന്മാർക്ക് ഒരു സംശയവുമില്ല. രണ്ടുപേരിലും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇത്രയുണ്ട്. അങ്ങനെ ചിന്മുദ്ര കാണിച്ചുകൊണ്ട് മഹർഷിമാരെ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരമേശ്വരനെ കണ്ടിട്ട് കുറച്ച് പരിഹസിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോ പരമേശ്വരൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ പാർവതി പറഞ്ഞു, അങ്ങ് വിഷ്ണുഭക്തനായിരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തവനാണ്, അതുകൊണ്ട് അസുരനായി പോകട്ടെ എന്ന് ശപിച്ചു. ത്വഷ്ടാവിന്റെ ആഭിചാര അഗ്നിയിൽ നിന്ന് വൃത്രാസുരനായിട്ട് പുറപ്പെട്ടു എന്ന് പറയുന്നത്. സ്വർഗലോകം ആക്രമിക്കാൻ ചെന്നു. ദേവേന്ദ്രൻ ഒരു ഗുരുനാഥനെ നിന്ദിച്ചതിന്റെ ഫലമായിട്ട് ത്വഷ്ടാവിന്റെ പുത്രനായിട്ടുള്ള ഈ വിശ്വരൂപനെ ഗുരുനാഥനാക്കിയിരുന്നു. ആ ഗുരുനാഥനെ നിഗ്രഹിക്കുകയും കൂടി ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം ആഭിചാരഹോമം ചെയ്ത് ദേവേന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാവാനുള്ള സങ്കല്പം ചെയ്തത്. പക്ഷെ അതിന്റെ സ്വരം മാറി. സ്വരം മാറിയാൽ അർത്ഥവും മാറും. മന്ത്രത്തിന് പ്രത്യേകിച്ച് ലൗകിക വിഷയത്തിൽ തന്നെ സ്വരം മാറിയ അർത്ഥം മാറില്ലേ? മാറുമല്ലോ. നമ്മൾ ഒരാളെ കണ്ടാൽ എവിടുന്നാ വരുന്നത് എന്ന് കുശല പ്രശ്നം ചോദിക്കാറുണ്ട്. വീട്ടിലൊരാൾ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു, ഇപ്പൊ സൗകര്യമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു, നാളെ വരാൻ പറഞ്ഞു. നേരെ മറിച്ച് ആ ആളോട് തന്നെ പോകാനാണ് പറഞ്ഞത്, പക്ഷെ സ്വരം ഒന്ന് മാറ്റിയിട്ടാ പറഞ്ഞത്, ഇറങ്ങി പോടാ അവിടുന്ന് എന്ന് പറഞ്ഞാലോ? ഈ പോകിയിട്ട് നാളെ വരാൻ പറഞ്ഞതും ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞതും രണ്ടും തമ്മിൽ വാക്ക് ഒന്നാണെങ്കിലും വ്യത്യാസമുണ്ട്. സ്വരത്തിന് വ്യത്യാസം വന്നപ്പോ അർത്ഥത്തിന് വ്യത്യാസം ഉണ്ടായി. സാധാരണ നമ്മൾ നാരായണ എന്ന് ജപിക്കുന്നതും അജാമിളൻ മരണപാശം കഴുത്തിൽ വന്നിട്ട് നാരായണ എന്ന് വിളിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ട്. അനവധി നാരായണ എന്ന് അദ്ദേഹം വിളിച്ചു, അപ്പോഴൊന്നും ഭഗവാൻ വന്നില്ല. ഈ മരണപാശം വന്നിട്ട് കഴുത്തിൽ വീണിട്ട് നാരായണ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കാരണം എന്താ? അവിടെ സ്വരത്തിന് മാറ്റമുണ്ടായി. അത് തന്നെയാണ് അതിന് കാരണം. അപ്പോ ഇദ്ദേഹം ദേവേന്ദ്രനെ കൊല്ലാനുള്ള പുത്രൻ ജനിക്കാൻ വേണ്ടി ആഭിചാരഹോമം ചെയ്തുവെങ്കിലും അതിന്റെ സ്വരം മാറിയതുകൊണ്ട് അർത്ഥം മാറി ദേവേന്ദ്രനാൽ കൊല്ലപ്പെടുന്നതായിട്ടുള്ള പുത്രൻ ഉണ്ടായി, വൃത്രാസുരൻ. ഈ ചിത്രകേതുവാണ് വൃത്രാസുരനായിട്ട് അവതരിച്ചത്. ശത്രോരപി ഭ്രമമപാസ്യഗതപദം തേ. ചുരുക്കി പറയാണ് ഭട്ടതിരിപ്പാട്. അവസാനം ദേവേന്ദ്രന് പോലും യുദ്ധത്തിൽ അത്ഭുതം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഈ വൃത്രാസുരൻ ഭഗവത് പദത്തെ പ്രാപിച്ചു. ഷഷ്ഠസ്കന്ധത്തിന്റെ അവസാനത്തിൽ വർണ്ണിച്ചതായിട്ടുള്ള ഒരു കഥ ഒരു ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് അനുസ്മരിച്ചു. ത്വൽസേവനേന ദിതിരിന്ദ്രവധോദ്യതാപി. ഒരു മകൻ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഭർത്താവിനെ ശുശ്രൂഷിച്ചത്. സന്തോഷിച്ചിട്ട് കശ്യപ പ്രജാപതി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. മകൻ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ മകൻ ദേവേന്ദ്രനെ കൊല്ലണമെന്നും പറഞ്ഞു. അയ്യോ, അദ്ദേഹത്തിന് തന്നെ സങ്കടം തോന്നി, ഇവൾക്ക് എന്തും തരാമെന്ന് പറഞ്ഞു പോയല്ലോ. ഒരു കൊല്ലം വ്രതം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. ഒരു മടിയില്ലാതെ ഈ ദിതി മാതാവ് ഒരു കൊല്ലം വ്രതം അനുഷ്ഠിച്ചു. അതിന്റെ സമാപനം അടുക്കുന്ന കാലത്ത് ദേവേന്ദ്രൻ അവിടെ ഒരു ബാലന്റെ വേഷത്തിൽ വന്നുകൂടി സന്ധ്യാസമയത്ത് ശരീരശുദ്ധി വരുത്താതെ ഉമ്മരപ്പടിയിൽ ചാരി നിന്ന് തലമുടി കെട്ടഴിച്ച് ഉറങ്ങുന്നതായിട്ടുള്ള ദിതിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗർഭത്തെ തന്റെ കയ്യിലുള്ള വജ്രായുധം കൊണ്ട് വെട്ടി നുറുക്കി ഏഴാക്കി. അത് മരിച്ചില്ല, 7 കുട്ടികളായി. അതിനെ വീണ്ടും വെട്ടി നുറുക്കി ഓരോന്നിനെയും 49 കുട്ടികളായി. വീണ്ടും വെട്ടാൻ തുടങ്ങിയപ്പോ അവര് ചോദിച്ചു, എന്തിനാ ഞങ്ങളെ വെട്ടിക്കൊല്ലുന്നത്? ഞങ്ങൾ മരിക്കില്ല, കാരണം ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാ. നമ്മൾ ഒരമ്മയുടെ ഗർഭപാത്രത്തിലല്ലേ, സഹോദരന്മാരല്ലേ എന്ന് ചോദിച്ചു. തിരിച്ചു പുറത്തേക്ക് വന്നു. ഭട്ടതിരിപ്പാട് പറയാണ്, ഇങ്ങനെയാണ് ഗുരുവായൂരപ്പനെ സേവിച്ചാൽ ദുഷ്ടാശയേപി ശുഭദൈവ ഭവൻ നിഷേവാ. ചീത്ത വിചാരത്തോടുകൂടിയാണെങ്കിലും ഗുരുവായൂരപ്പനെയാണ് സേവിക്കുന്നത് എങ്കിൽ
ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അവന്റെ മനസ്സ് നന്നാക്കിയിട്ട് അനുഗ്രഹിക്കാൻ ഭഗവാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ഇത് വേറെ ദേവന്മാർക്കില്ല, ഇത് ഗുരുവായൂരപ്പന് മാത്രമാണ്. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ രവിപുരത്തപ്പൻ. അവിടെ കൃഷ്ണൻ എന്നാ ഗുരുവായൂരപ്പനെ പറയാറ്, ഇവിടെയും കൃഷ്ണൻ തന്നെ. അവിടെ ഗുരുവായൂരപ്പന്റെ കയ്യില് കദളിപ്പഴവും വെണ്ണയാണ് കൊടുക്കാറുള്ളത്, ഇവിടെ അതെ രവിപുരത്ത് കൃഷ്ണന്റെ കയ്യിലും കദളിപ്പഴവും വെണ്ണയും തന്നെ. അവിടെ ചെന്നാൽ ഭഗവാൻ പുഞ്ചിരി തൂകി സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ഇവിടെ രവിപുരത്തും അതെ ഭഗവാൻ വരുന്ന ഭക്തന്മാരൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഭക്തന്മാർക്കൊക്കെ അറിയാം രവിപുരത്തപ്പന്റെ മഹത്വവും കഴിവും എന്താണ്. ആശ്രയിച്ചാൽ അനുഗ്രഹിക്കുന്ന ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ ശ്രീകൃഷ്ണനായിട്ട് ഈ രവിപുരത്ത് ക്ഷേത്രത്തിലും വസിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള വിഗ്രഹങ്ങൾ ഭഗവാന്റെ അർച്ചാവതാരമാണ് എന്ന് മനസ്സിലാക്കണം. അവതാരമാണ്. അടുത്തുള്ള ക്ഷേത്രങ്ങളെ വന്ദിക്കാതെ ദൂരത്തുള്ള ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ഫലവും കിട്ടില്ല. അതും കൂടി അറിയേണ്ടതാണ്. അവനവന്റെ ദൈവത്തെ വന്ദിക്കാതെ, അടുത്തുള്ള ക്ഷേത്രത്തിലുള്ള ഈശ്വരനെ വന്ദിക്കാതെ ദൂരത്തുള്ള ക്ഷേത്രത്തിൽ പോയി, തിരുപ്പതിയും ഗുരുവായൂരും ഒക്കെ പോയി, പക്ഷെ അടുത്തുള്ള അമ്പലത്തിൽ പോവില്ല, അവിടെ വഴിപാടൊന്നും കഴിക്കില്ല. ശബരിമല പോയി, തിരുപ്പതി പോയി, പഴനി പോയി, ഗുരുവായൂർ പോയി, അവിടെയൊക്കെ പോയാൽ ഈ അടുത്തുള്ള ഭഗവാൻ അവിടേക്ക് വിളിച്ചു പറയത്ര, ഇതാ വരുന്നുണ്ട് ഒരുത്തൻ, അവനൊന്ന് അനുഗ്രഹിക്കണ്ട കേട്ടോ, കാരണം അവൻ എൻ്റെ അടുത്ത് വരാത്തവനാ. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ പോവാന്നേ ഉള്ളൂ, അനുഗ്രഹം കിട്ടില്ല. അനുഗ്രഹം കിട്ടണമെങ്കിൽ ആദ്യം അടുത്തുള്ള ക്ഷേത്രത്തിൽ വരണം. അതുപോലെ അവനവന്റെ കുലദൈവത്തെ വന്ദിക്കണം. ഇത് ഏതുപോലെയാന്ന് ചോദിച്ചാൽ, സ്വന്തം അമ്മയെ വന്ദിക്കാതെ വല്ലവന്റെ അമ്മയെ പോയിട്ട് ബഹുമാനിച്ചിട്ട് കാര്യമുണ്ടോ? അവനവന്റെ അമ്മയെ ആദ്യം വന്ദിക്കണം, എന്നിട്ട് വേണം മറ്റുള്ള അമ്മമാരെയൊക്കെ വന്ദിക്കാൻ. എന്റെ അമ്മയ്ക്ക് സൗന്ദര്യം കുറച്ച് കുറവാ, രോഗമുണ്ട്, പ്രായമായി, അതുകൊണ്ട് വേറെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരമ്മ അതിന് പകരം കൊണ്ടുവന്ന് വെച്ചാൽ എന്റെ അമ്മയാവൂ. എന്റെ അമ്മയ്ക്ക് എന്തൊക്കെ ദോഷമുണ്ടെങ്കിലും എന്റെ അമ്മ തന്നെയല്ലേ. എന്റെ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ. ഞാനിപ്പോ എന്റെ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അവരവരുടെ അമ്മ തന്നെ. വേറെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ അത് സ്വന്തം അമ്മയാവില്ല. അതുപോലെ തന്നെ അവരവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഈശ്വരൻ, ഓരോ കുലത്തിനും ഓരോ കുലദൈവമുണ്ട്. ആ കുലദൈവങ്ങള് ഇവരൊക്കെ വന്ദിക്കാതെ ദൂരത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വന്ദിച്ചത് കൊണ്ട് കാര്യമില്ല. അവിടെയൊക്കെ പോവാം എപ്പോ? ഇവിടെ വന്ദിച്ചതിന് ശേഷം അവിടെ പോവാം. നമ്മുടെ ക്ഷേത്രത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹമൂർത്തിയായി ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഭഗവാന്റെ മറ്റൊരു അനുഗ്രഹ കഥയാണ് ഇപ്പോ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. നരസിംഹാവതാര ചരിത്രം. ഭഗവാന്റെ അവതാരങ്ങൾ പലതും ഉണ്ടെങ്കിലും നരസിംഹാവതാരത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ട്. തന്റെ ഭക്തനെ രക്ഷിക്കാൻ ഏത് ക്രൂര രൂപവും സ്വീകരിക്കാൻ ഭഗവാൻ തയ്യാറാണെന്ന് കാണിക്കുന്ന അവതാരമാണ്. പിന്നെ ഭക്തന്റെ നേരെ വിരല് ചൂണ്ടിയാൽ ഭഗവാൻ സഹിക്കില്ല. ഭഗവാന്റെ നേരെ വിരല് ചൂണ്ടിയാൽ ഒരുപക്ഷെ ഭഗവാൻ അത് കണക്കാക്കിയില്ല എന്ന് വരും. പല നാട്ടിലുണ്ട് അമ്പലം വിഴുങ്ങുകള്, അമ്പലത്തിന്റെ സ്വത്തൊക്കെ കട്ടു തിന്നുന്നവര്. അവർക്കൊന്നും ഒരപകടവും വരാറില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഭഗവാന് നമുക്കൊക്കെയാണ് ഈ സ്വർണത്തിനോടും പണത്തിനോടും ഒക്കെ ഇത്രക്കൊരാഭിമുഖ്യം. ഭഗവാനൊരാഭിമുഖ്യമില്ല. അത് ഭഗവാന്റെ ചില കുട്ടികള് ഭഗവാന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്നിടുന്നു, വേറെ ചില കുട്ടികൾ എടുത്തു കൊണ്ടുപോകുന്നു. ഭഗവാൻ അതിനെ ശിക്ഷിച്ചു എന്ന് വരില്ല. പക്ഷേ ഭക്തന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഭഗവാന്റെ മട്ട് മാറും. അപ്പൊ ഭഗവാന് ശക്തി ഉണ്ടോന്നറിയാം. ഏറ്റുമാനൂർ അമ്പലത്തില് കളവ് നടന്നു, തെളിയിക്കാൻ സാധിച്ചില്ല. അപ്പോ അവിടുത്തെ കുറച്ച് നാട്ടുകാർ കൂടി ഭഗവാനെ സേവിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം സേവിച്ചപ്പോൾ വേഗം കേസ് തെളിഞ്ഞു, കട്ടവൻ ആരാന്ന് പിടികിട്ടി. ഇതുപോലെ
തെക്ക് പത്തനംതിട്ട ജില്ലയില്, പത്തനംതിട്ട ജില്ലയുടെ ഏകദേശം അതിർത്തിയായിട്ട് വരും ആലപ്പുഴ ജില്ലയില് താമരക്കുളം എന്നു പേരായിട്ടുള്ള സ്ഥലത്ത് ഞാനവിടെ ഒരു 3-4 പ്രാവശ്യം ഭാഗവത സപ്താഹം വായിച്ചിട്ടുണ്ട്. ഒരു ഭഗവതിയുടെ അമ്പലാണ്. ആ ക്ഷേത്രത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കളവ് പോകും, ഒന്നും തിരിച്ചു കിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ അടുത്തുള്ളവരും ഈ ക്ഷേത്രവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടവര് കട്ടുകൊണ്ടുപോകുന്നത്. അവസാനം ഇവരെല്ലാവരും കൂടി കളവ് അവിടുത്തെ ശാന്തിക്കാരന്റെ തലയിലങ്ങ് വെച്ച് കിട്ടി. നേരിട്ട് പറയാൻ വയ്യ, എന്നാലും ഇങ്ങനെ പറഞ്ഞു നടന്നു, ശാന്തിക്കാരനാ കക്കുന്നത്, ആ നമ്പൂരിയാ കള്ളൻ. അദ്ദേഹത്തിന് വലിയ വിഷമായി. അദ്ദേഹം ഭഗവതി ഇതൊന്ന് തെളിയിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പുഷ്പാഞ്ജലി നടത്താൻ തീരുമാനിച്ചു. അടുത്ത ദിവസം തൊട്ട് 41 ദിവസം വേണ്ടി വന്നില്ല, കള്ളനെ പിടിച്ചു. കള്ളൻ അടുത്തുള്ള ഒരുത്തൻ തന്നെയാണ്. പലർക്കും കുറെയൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷെ ഇപ്രാവശ്യം പിടിച്ചു. കാരണം എന്താന്നല്ലേ, ഭഗവതി ഇതുവരെ ഭഗവതി അത് ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ അടുത്തുള്ളവനല്ലേ, അവനും എന്റെ മകനല്ലേ, കുറച്ച് കണ്ടുകൊണ്ടുപോയി തിന്നട്ടെ എന്നേ വിചാരിച്ചുള്ളൂ. പക്ഷെ തന്റെ ഒരു ഭക്തനെ വെറുതെ പഴി പറഞ്ഞപ്പോൾ, ആ ഭക്തന്റെ മനസ്സ് വേദനിച്ചപ്പോൾ അത് അമ്മയ്ക്ക് സഹിച്ചില്ല. ഈശ്വരനെ നിന്ദിച്ചാൽ ചിലപ്പോ ഈശ്വരൻ സഹിച്ചു എന്ന് വരും. പക്ഷെ ഈശ്വരന്റെ ഭക്തന്മാരെ നിന്ദിച്ചാൽ ഭഗവാൻ സഹിക്കില്ല. ഒരുപാട് ഉപദ്രവം ചെയ്തു ഈ ഹിരണ്യകശിപു. ഭഗവാന്റെ നാമം ലോകം മുഴുവൻ നിഷേധിച്ചു. ഭഗവാന്റെ വിഗ്രഹങ്ങളൊക്കെ തല്ലിത്തകർത്തു. ഭഗവാന്റെ ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ചു. വേദം നശിപ്പിച്ചു. പക്ഷെ ഭഗവാൻ തിരിഞ്ഞു നോക്കിയില്ല. പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ ഭഗവാന്റെ ഭാവം മാറി. പ്രഹ്ലാദനെ അവൻ എന്ത് ഉപദ്രവിക്കാൻ നോക്കിയിട്ടും പ്രഹ്ലാദന്റെ അടുത്തേക്ക് ഒരു ഉപദ്രവവും ഏറ്റില്ല. അവസാനം കൊല്ലാൻ വേണ്ടി വാളോങ്ങിയപ്പോൾ ഭഗവാൻ തന്റെ വേഷം ഒന്ന് കാണിച്ചു. അതാണ് ഈ നരസിംഹാവതാരത്തിന്റെ പ്രത്യേകത. ഭക്തന് വേണ്ടി വേഷം കെട്ടി വന്ന അവതാരം. കുറച്ചു നേരെ ഭഗവാന്റെ ഈ അവതാരം ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഇത് ഒരു പരിപൂർണ അവതാരമായിട്ടാണ് സജ്ജനങ്ങൾ പറയാറുള്ളത്. വളരെ കുറച്ചു നേരം മാത്രമേ ഭഗവാൻ തന്റെ രൂപത്തെ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. പണ്ട് ഒരു ഭക്തോത്തമനുണ്ടായിരുന്നു അത്രേ. അദ്ദേഹം ഒരു ഗുരുനാഥന്റെ ഉപദേശപ്രകാരം അനവധി കാലം നരസിംഹമൂർത്തിയെ സേവിച്ചു. നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പൊ ഇദ്ദേഹം എന്താ വേണ്ടതെന്ന് ആലോചിച്ചു. വേറെ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞു, വേഗം പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഒരു യക്ഷിയുടെ മന്ത്രാ പറഞ്ഞു കൊടുത്തത്. യക്ഷി ഇദ്ദേഹം മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ദിവസത്തിന്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞു യക്ഷി. അദ്ദേഹത്തിന് സന്തോഷമായി. പക്ഷേ യക്ഷി ഒരു കണ്ടീഷനും വെച്ചു. എപ്പോഴും എനിക്ക് ജോലി തന്നുകൊണ്ടിരിക്കണം. എപ്പോഴെങ്കിലും ജോലി തരുന്നത് അങ്ങ് നിർത്തിയാൽ അപ്പൊ ഞാൻ അങ്ങേ പിടിച്ച് തിന്നുന്നു പറഞ്ഞു. അതൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല യക്ഷിക്ക് ജോലി കൊടുക്കുക. കാരണം ഒരു വീടുണ്ടാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് യക്ഷി വീടുണ്ടാക്കി കഴിഞ്ഞു. കിണർ കുഴിക്കണമെന്ന് പറഞ്ഞ് യക്ഷി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിണറിന്റെ പണി കഴിഞ്ഞു. ആ തെങ്ങിന്റെ മുകളിലുള്ള തേങ്ങ പറിക്കണമെന്ന് പറഞ്ഞാൽ യക്ഷിയുടെ കൈയൊന്ന് നീണ്ടുപോകും പറിച്ച് എടുത്ത്. നമ്മളൊക്കെ ഞാനിപ്പോ ഇവിടുന്ന് ഈ കണ്ണട എടുക്കുന്നത് പോലെ യക്ഷി തെങ്ങിന്റെ മുകളിൽ നിന്ന് തേങ്ങ പറിക്കാം. അദ്ദേഹത്തിന് ജോലി കൊടുക്കാനില്ലാതെ ഈ യക്ഷിക്ക്. അപ്പോ യക്ഷി അദ്ദേഹത്തെ പിടിച്ചു തിന്നാൻ വന്നു. പറഞ്ഞ വാക്കങ്ങനെ, ജോലി തരാനില്ലാതെ പിടിച്ചു തിന്നുന്നു. യക്ഷി പിടിച്ചു തിന്നാൻ വന്നപ്പോഴാണ് അദ്ദേഹം മാറത്ത് കൈ വെച്ചിട്ട് എന്റെ നൃസിംഹമൂർത്തേന്ന് വിളിച്ചത്. അപ്പോ കേട്ടു ഒരു ഗർജനം, ഒരലർച്ച. അതോടുകൂടിയിട്ട് ഭഗവാൻ വന്ന് ഈ യക്ഷിയെ പിടിച്ചങ്ങ് തിന്നു. അതുപോലെ കോഴിക്കോടടുത്ത് ഒരു സ്വാമിയാര് മഠമുണ്ട്. തൃക്കൈക്കാട്ട് മഠം എന്നാ പറയുക. അവിടെ നമ്പൂതിരിമാരാണ് സന്യാസിമാരായിട്ടിരിക്കുക. ഇപ്പൊ അവിടെ കുഴുപ്പുറമില്ലത്തെ ഒരു കൃഷ്ണൻ നമ്പൂതിരിയാണ് സന്യാസിയായിട്ട് ഇരിക്കുന്നത്. പണ്ട് കാലത്ത്
പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, ഒരു 100-200 കൊല്ലങ്ങൾക്ക് മുമ്പ് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് അവിടുത്തെ സന്യാസി, അവിടുത്തെ സ്വാമിയാര് നാഗേരി ഇല്ലത്തെയായിരുന്നു അത്ര. നാഗേരി സ്വാമിയാരെന്നാ പറയാ. അദ്ദേഹം സ്വാമിയാരായിട്ടിരിക്കുമ്പോൾ ടിപ്പു ഈ തൃക്കൈക്കാട്ട് മഠം പിടിച്ചടക്കാൻ വേണ്ടി വരിക, നശിപ്പിക്കാനും വേണ്ടിയിട്ട്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഈ സ്വാമിയാര് അദ്ദേഹം പൂജിക്കുന്ന ഒരു നരസിംഹ സാളഗ്രാമുണ്ട്, അതും എടുത്തിട്ട് എന്റെ കൂടെ വരാൻ ധൈര്യമുള്ളവർക്കൊക്കെ വരാമെന്ന് പറഞ്ഞു. അന്ന് അവിടെയുള്ള നമ്പൂതിരിമാരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഭാരതപ്പുഴയുടെ അടുത്ത ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ടിപ്പുവും അനുയായികളുമായിട്ട് വന്നു. ഇവര് ഭാരതപ്പുഴയുടെ അക്കരെ കടന്നു, ഈ സ്വാമിയാരും അനുയായികളും. ടിപ്പുവും പടയാളികളും കൂടി നദിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു പിന്നാലെ. വലിയ വെള്ളമൊന്നുമില്ല, നടന്ന് അക്കരെ കടക്കാം, അത്രേ വെള്ളമുള്ളൂ. കാലിന്റെ ഞെരിയാണി നനയാനുള്ള വെള്ളമില്ല. പക്ഷേ ഈ സ്വാമിയാരക്കരെ എത്തിയതും ടിപ്പുവിന്റെ സൈന്യമൊക്കെ നദിയുടെ നടുവിലെത്തിയതും പെട്ടെന്നൊരു അത്ഭുതം ഉണ്ടായി. പെട്ടെന്ന് വന്നു, മഴയൊന്നുമില്ല, എവിടുന്ന് അത്ര വെള്ളം വന്നതോന്നറിയില്ല. നദിയിൽ ഇരുകരകളും നിറഞ്ഞുകൊണ്ട് വെള്ളം. അനവധി ടിപ്പുവിന്റെ സൈന്യങ്ങളൊക്കെ ഒഴുകിപ്പോയി. കുറെ പേര് എങ്ങനെയൊക്കെയോ നീന്തി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട ടിപ്പു അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല, ഓടിപ്പോയി. അതാണ് നരസിംഹമൂർത്തിയുടെ അനുഗ്രഹശക്തി. ആശ്രയിച്ചാൽ ഇതുപോലെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരത്ഭുത അവതാരം നരസിംഹമൂർത്തിക്ക് തുല്യമായിട്ട് നരസിംഹമൂർത്തി തന്നെ. പ്രത്യേകിച്ച് ഭയം എന്നുള്ള വികാരത്തെ ഈ നരസിംഹമൂർത്തിയെ സ്മരിച്ചാൽ തന്നെ ഇല്ലാതെയാവും. ചില ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ദുസ്വപ്നം കണ്ടിട്ട് കരയണ ഒരു സ്വഭാവമുണ്ട്. എന്റെ ബാല്യകാലത്തൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ അനുശ്രീയുടെ പ്രായത്തിലൊക്കെ ഇതുപോലെ സ്വപ്നം കണ്ടിട്ട് ചിലപ്പോ പൊട്ടിക്കരയും. അപ്പൊ എന്റെ അമ്മ അച്ഛന്റെ കൂടെ ഞാൻ അങ്ങനെ പോവാറുണ്ട്. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങിയ അച്ഛൻ കെട്ടിപ്പിടിച്ച് കിടക്കും. പിന്നെ ഒരിക്കല് അച്ഛൻ എന്നോട് പറഞ്ഞു, നരസിംഹാവതാരം വായിച്ചാൽ മതി. നാരായണീയത്തിലെ നരസിംഹാവതാരം അന്ന് വായിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഭയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്ന് മാത്രല്ല, പിന്നെ മനസ്സിൽ ഭയം തോന്നിയിട്ടേ ഇല്ല. ഏത് വിഷമുള്ള സന്ദർഭങ്ങളായാലും ശരി, എത്ര വിഷമഘട്ടമായാലും ശരി, അപ്പോഴൊക്കെ മനസ്സിന് നല്ല ശക്തി, നല്ല ധൈര്യം കിട്ടാറുണ്ട്. എവിടുന്നാ ഈ ധൈര്യം കിട്ടുന്നത്? സംശയമൊന്നുമില്ല, ഈ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം തന്നെയാണ്. നരസിംഹമൂർത്തിയെ ദിവസേന ധ്യാനിക്കേണ്ടതാണ്. എല്ലാ ദിവസവും. ഭാഗവതത്തില് 8 അധ്യായങ്ങളുണ്ട്. 8 അല്ല 10 അധ്യായങ്ങളുണ്ട്. നാരായണീയത്തിലാവുമ്പോ 2 ദശകേ ഉള്ളൂ. ഇനി അതിനും സമയമില്ലെങ്കിൽ 25ാമത്തെ ദശകത്തിൽ 4 ശ്ലോകേ ഉള്ളൂ, ഭഗവാന്റെ ധ്യാന ശ്ലോകം. അതെങ്കിലും എല്ലാ ദിവസവും ജപിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ഭയത്തെയും നശിപ്പിച്ച് ഈശ്വരന്റെ പാദത്തിൽ എത്തിക്കുവാനുള്ള കഴിവ് ഭഗവാന്റെ ഈ നരസിംഹാവതാരത്തിനുണ്ട്. ആരംഭിക്കുന്നത് ഭട്ടതിരിപ്പാട് ഇങ്ങനെയാണ്: ഹിരണ്യക്ഷേ പുത്രിപ്രവരവപുഷാദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാതേനേ തവ കിലവഥാർത്ഥം മധുരിപോ. ഇന്നലെ നാം ആ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ചരിത്രം കേട്ടു. ഹിരണ്യാക്ഷൻ ഭഗവാന്റെ കൈകൊണ്ടുള്ള അടികൊണ്ട് തല പൊട്ടി മല പോലെ മലർന്ന് മറിഞ്ഞ് രസാതലത്തില് വീണ് കടക്കുന്ന സമയത്ത് ഒരു മരണശബ്ദം പുറപ്പെടുവിച്ചു. അത് 14 ലോകങ്ങളിലും പ്രതിധ്വനിച്ചു. അത് അമൃത് കുടിച്ച് സ്വർഗലോകത്തിലിരുന്ന് രസിച്ചുകൊണ്ടിരുന്ന ഹിരണ്യകശിപുവും കേട്ടു, അസുരന്മാരൊക്കെ കേട്ടു.
അസുര സ്ത്രീകളൊക്കെ കേട്ടു, ദിതി കേട്ടു. ദിതിക്ക് ആ സമയത്ത് തന്റെ സ്തനാച്ച അസൃക്ക് പ്രശുശ്രുവേ, ആ ദിതിയുടെ സ്തനങ്ങളിൽ നിന്ന് പാല് വരേണ്ടതിന് പകരം രക്തം ഒഴുകി. പല ദുർനിമിത്തങ്ങളും കണ്ടു അസുരന്മാര്. ശബ്ദം കേട്ട സ്ഥലത്തെ ലക്ഷ്യമാക്കിയിട്ട് ഓടി വന്ന് നോക്കിയപ്പോൾ അവരെന്താ കണ്ടതെന്നല്ലേ? ഈ ഹിരണ്യാക്ഷന്റെ ബീഭത്സമായിട്ടുള്ള രൂപമാണ്, മറിഞ്ഞു കിടക്കുന്നു. ചില സ്ത്രീകളൊക്കെ മോഹാലസ്യപ്പെട്ടു വീണു. ചിലരൊക്കെ പിച്ചും പേയും പറയാൻ തുടങ്ങി. ചിലര് വാവിട്ട് കരഞ്ഞു. അസുരന്മാര് വന്നു, പക്ഷെ അവർക്ക് ഒന്നും പറയാനോ സമാധാനിപ്പിക്കാനോ സാധിച്ചില്ല. അസുര സ്ത്രീകളുടെ ദുഃഖത്തിൽ അവരും പങ്കുചേർന്നു. ഇതികർത്തവ്യതാമൂഢരായിട്ട് തലയും താഴ്ത്തി നിന്നു. പക്ഷേ ഹിരണ്യകശിപു അവിടെ വന്നിട്ട് ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി. എന്നിട്ട് ആ സ്ത്രീകളൊക്കെ വിളിച്ചു. അവരോട് പറഞ്ഞു, എന്താ നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സഹോദരൻ മരിച്ചതിന്റെ വിഷമാണോ? മരണം എന്നുള്ളത് ആർക്കല്ലാത്തത്? ആരെങ്കിലും മരിക്കാതിരിക്കൂ? മരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ജനിക്കുന്നത്. പക്ഷേ ഒരു ധീരനായിട്ട്, ഒരു വീരനായിട്ട്, ഒരു ശൂരനായിട്ട് യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാതെ ശത്രുവിനെ നേർക്കുനേരെ കണ്ട് ശത്രുവിനോട് യുദ്ധം ചെയ്ത് മരണത്തിൽ പോലും വിജയം കൈവരിച്ചിരിക്കുന്നു സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷൻ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ കരഞ്ഞുകൊണ്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം കഥയും ഉപകഥകളും ഒക്കെ പറഞ്ഞുകൊടുത്ത് അവരുടെ ദുഃഖമൊക്കെ തീർത്തു. പക്ഷെ ഹിരണ്യകശിപുവിന്റെ ദുഃഖം തീർന്നില്ല. സജ്ജനങ്ങൾ പറയാറുണ്ട്, ഇത് ഏതുപോലെയാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ കാണാറുണ്ട് വലിയ ഡീസലും പെട്രോളും ഒക്കെ കൊണ്ടുപോകുന്ന വാഹനം ഇല്ലേ? ചിലപ്പോ വഴിയിൽ കേടായിട്ട് കിടക്കും. എന്താ കേടാന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിൽ ഡീസൽ തീർന്നു. ഡീസൽ തീർന്നാൽ ഇതിലില്ലേ 3 കമ്പാർട്ട്മെന്റിലും ആയിട്ട് 10,000 കണക്കിന് ലിറ്റർ ഡീസൽ ഉണ്ട്, കുറച്ച് എടുത്തൂടെ എന്ന് ചോദിച്ചാൽ അത് എനിക്കെടുക്കാൻ പറ്റില്ല, അത് വിൽക്കാനുള്ളതാ, അതൊന്നും എടുക്കാൻ അനുവാദമില്ല. ഇതുപോലെയാണ് ഈ ദുഷ്ടന്മാരുടെ ഒക്കെ ഉപദേശം. പരോപദേശേ പാണ്ഡിത്യം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, അവനവന് ഉപയോഗപ്രദമാവില്ല. ഹിരണ്യകശിപു പിന്നെ അസുരന്മാരൊക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നാം അസുരന്മാരാണ്, നമ്മുടെ സ്വഭാവം പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഈ നാണല്ലേ നിങ്ങൾക്ക് തലയും താഴ്ത്തിയിട്ട് ആണത്തല്ലാതെ പെണ്ണുങ്ങളെ പോലെ നിഷ്ക്രിയരായിട്ട് നിൽക്കാൻ? കള്ളനും വഞ്ചകനും കൊള്ളരുതാത്തവനുമായിട്ടുള്ള വിഷ്ണു കള്ളവേഷം കെട്ടിയിട്ട് വഞ്ചിച്ച് അടിച്ചു കൊല്ലാണ് ചെയ്തത് നമ്മുടെ സഹോദരനെ. അവനോട് വഞ്ചനയ്ക്ക് വഞ്ചന തന്നെ വേണം. പക്ഷേ നമ്മുടെ ഭുജബലം കൊണ്ട് വിഷ്ണുവിനെ ജയിക്കാനാവില്ല. അതിന് വരബലം കൂടി ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ വിഷ്ണുവിനെ ജയിക്കാൻ വരബലം നേടേണ്ടതുണ്ട്. അത് ഞാൻ തന്നെ നേടി വന്നോളാം എന്ന് പറഞ്ഞ് അസുരന്മാരൊക്കെ ഈശ്വര വിമുഖമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ചുമതലപ്പെടുത്തി. അമ്പലം നശിപ്പിക്കാൻ ഒരു മന്ത്രി, ബ്രാഹ്മണരെ നശിപ്പിക്കാൻ വേറൊരു മന്ത്രി, സ്ത്രീകളെ നശിപ്പിക്കാൻ വേറൊരു മന്ത്രി, വേറൊരു മന്ത്രി, അനവധി കാലം നിലനിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ നശിപ്പിക്കാൻ മറ്റൊരു മന്ത്രി. ഇതൊക്കെ ഹിരണ്യകശിപുവിന്റെ കാലത്തുണ്ടായിരുന്നതാ. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇത് പറഞ്ഞപ്പോഴേക്ക് ഒരു കൂട്ടരിങ്ങ് വന്നല്ലോ, തിരുമേനി ഞങ്ങളുടെ ആൾക്കാരെ പറയണ്ടാന്ന്. ഞാൻ ഒരാൾക്കാരുടെയും പറഞ്ഞിട്ടില്ല, ഞാൻ ഹിരണ്യകശിപു പറഞ്ഞതേ പറഞ്ഞുള്ളൂ. ഇപ്പൊ അവർക്ക് ഞങ്ങളുടെ ആൾക്കാരാണെന്ന് തോന്നിയത് എന്താ? അവരങ്ങനെ ചെയ്തിട്ടല്ലേ. ഈ കട്ടവനല്ലാതെ എന്റെ പുറത്ത് ഈ കുമ്പളങ്ങയുടെ നിറണ്ടോ എന്ന് തോന്നുന്നു. ഇത് കട്ടവനാണ്, അതിന്റെ എന്റെ പുറത്തുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ ഓരോ മന്ത്രിമാരെ ചുമതലയൊക്കെ ഏൽപ്പിച്ചു. എന്നിട്ട് ഹിരണ്യകശിപു മന്ദര പർവ്വതത്തിൽ തപസ് ചെയ്യാൻ പോയി. സതേപേ മന്ദരദ്രോണ്യം. മന്ദരപർവ്വതത്തിന്റെ താഴ്വരയിൽ അതികഠിനമായിട്ടുള്ള തപസ് ചെയ്തു ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിന്റെ തപസ്സിന്റെ ഫലമായിട്ട് അദ്ദേഹം അനങ്ങാതെ നിന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ ഉറുമ്പുകൾ അരിച്ചു കയറി. ആ ഉറുമ്പുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ
തോല്, രക്തം, മാംസം, അതുപോലെ ഞരമ്പുകള്, ഇതെല്ലാം അവര് കാർന്നു തിന്നു. എല്ല് തിന്നാൻ കഴിവില്ലാത്തത് കൊണ്ട് എല്ല് തിന്നില്ല. സാധിക്കുമെങ്കിൽ എല്ലും തിന്നുമായിരുന്നു. മാത്രമല്ലല്ലോ, നല്ല തീറ്റ കിട്ടിയത് കൊണ്ട് അവിടെ തന്നെ താമസിക്കാം എന്നും ഉറുമ്പും കൂട്ടം തീരുമാനിച്ചു. അവിടെ അവരൊരു വീടും ഉണ്ടാക്കി. ഹിരണ്യകശിപുവിന്റെ ശരീരം ഇപ്പൊ ഉറുമ്പിന്റെ ഒരു പുറ്റ ആയിട്ട് മാറി. ശിരസ്സില് കിളികൾ വന്ന് കൂടുകൂട്ടി. എന്നിട്ടും ഹിരണ്യകശിപു അറിഞ്ഞില്ല. അനങ്ങാതെ നിന്ന് തപസ് ചെയ്തു ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിന്റെ അതികഠിനമായിട്ടുള്ള തപസ്സിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ ശിരസ്സിൽ നിന്ന് തപോമയമായിരിക്കുന്ന അഗ്നി മുകളിലേക്ക് ഉയർന്നു. പുരസാക്ഷാൽ കുറുവൻ സുരനരമൃഗദ്യൈരനിധനം. അതുകൊണ്ട് ദേവന്മാർക്കൊക്കെ ചുട്ടരിച്ചിലുണ്ടായി. അവരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ ചെന്ന് ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് ദേവന്മാരൊക്കെ സമാധാനിപ്പിച്ചിട്ട് ഹിരണ്യകശിപുവിനെ തപസ്സിൽ നിന്ന് ഞാൻ നിവർത്തിപ്പിക്കാം എന്ന് പറഞ്ഞ് ഹംസവാഹനനായിട്ട് പോവാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവിന്റെ പത്നിയായിട്ടുള്ള സരസ്വതീ ദേവി ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സരസ്വതി ബ്രഹ്മാവിന്റെ കൂടെ. അപ്പോഴേക്ക് ബ്രഹ്മാവിന്റെ പുത്രന്മാരുണ്ട്. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ തുടങ്ങിയവർ. അവരും ബ്രഹ്മാവിന്റെ കൂടെ പുറപ്പെട്ടു. കനിഷ്ഠ പ്രജാപതിയായിരിക്കുന്ന നാരദനും കാണാലോ എന്ന് വിചാരിച്ചിട്ട് കൂടെ പുറപ്പെട്ടു. ബ്രഹ്മാവിന്റെ ദക്ഷന്റെ തപോഭൂമിയുടെ മുകളിലെത്തി. ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ദക്ഷന്റെ ഹിരണ്യകശിപുവിന്റെ തപോഭൂമിയുടെ മുകളിലെത്തി. ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ആളെ കാണാനില്ല. ബ്രഹ്മണേ നമ, ബ്രഹ്മണേ നമ, ബ്രഹ്മണേ നമ. ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ആളെവിടെ നോക്കിയിട്ട് കണ്ടില്ല. ശ്രദ്ധിച്ചു നോക്കി ബ്രഹ്മാവ്. അപ്പൊ മനസ്സിലായി ഈ മൺപുറ്റിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന്. തന്റെ കൈകൊണ്ട് മൺപുറ്റൊക്കെ തട്ടി നോക്കി, തട്ടി നീക്കി. നോക്കിയപ്പോ അതിന്റെ ഉള്ളില് ഒരെല്ലും കൂട് കണ്ടു. പ്രാണാഹി അസ്ഥിഷു ശേരതേ. ഈ അസ്ഥികളിലൂടെയാണ് പ്രാണൻ ചലിക്കുന്നത് എന്ന് മനസ്സിലായി ബ്രഹ്മാവിന്. ബ്രഹ്മാവിന് കുറച്ച് സന്തോഷമുണ്ടായി. കാരണം ബ്രഹ്മാവിനെ അങ്ങനെ ആരും പൂജിക്കാറില്ല. അങ്ങനെ ശിവൻ പണ്ടൊരു ശാപം കൊടുത്തിട്ടുണ്ട് ബ്രഹ്മാവിനെ. ബ്രഹ്മാവ് ഒരു കളവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബ്രഹ്മാവിന് 5 തലയുള്ള ബ്രഹ്മാവിന്റെ ഒരു തല ശിവൻ നുള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആ തല ചെന്ന് വീണ സ്ഥലമാണത്രേ ബ്രഹ്മകപാലം. അത് ബദരീനാഥിലാണ്. ആ ബ്രഹ്മകപാലത്തിൽ ചെന്നിട്ട് ശ്രാദ്ധം ഊട്ടിയാൽ മരിച്ചവർക്ക് ഗതി കിട്ടും. പിന്നെ ശ്രാദ്ധം ഊട്ടണ്ടെന്നാ പറയാറുള്ളത്. ഗയയിൽ ശ്രാദ്ധം ഊട്ടുന്നതിനേക്കാൾ ഫലമുണ്ടത്രേ ബ്രഹ്മകപാലത്തിൽ പോയിട്ട് ശ്രാദ്ധം ഊട്ടിയ. ശിവനും കൂടി തന്റെ ഈ ബ്രഹ്മഹത്യാപാപം തീരാൻ ഈ ബദരികാശ്രമത്തിൽ വന്നിട്ടാണത്രേ കർമ്മങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ടാണത്രേ ബ്രഹ്മഹത്യാ മഹാപാപത്തിൽ നിന്ന് മോചനം ലഭിച്ചത്. എന്തിനാ? നമ്മുടെ പൂർവിക പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പുത്രൻ സഞ്ജയൻ മരിച്ചപ്പോ ഈ ബ്രഹ്മകപാലത്തിൽ പോയിട്ടാണ് ശ്രാദ്ധം ഊട്ടിയത്. അവിടുത്തെ പൂജാരിയായിട്ടുള്ള റാവൽജി ഒരു നമ്പൂരിയാണ്. ഇന്നും നമ്പൂതിരിയാണ് ബദരികാശ്രമത്തിൽ പൂജ കഴിക്കാൻ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്ന അനുഗ്രഹം വാങ്ങി എന്ന് ഞാനവിടെ ബദരികാശ്രമത്തിൽ പോയപ്പോൾ അന്ന് നൈബ് റാവൽജി ആയിരുന്ന പെരുമ്പ ഇല്ലത്തെ നാരായണൻ നമ്പൂതിരി എന്നോട് പറഞ്ഞു. അദ്ദേഹം ഇന്നില്ല, ഏകദേശം എന്റെ പ്രായമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല സ്വഭാവം, നല്ല ഭക്തനും, എല്ലാം കൊണ്ടും വിശിഷ്ടനായിരുന്നു. പക്ഷെ അധികം കാലം ജീവിതം കൊടുത്തില്ല. അദ്ദേഹം വേഗം പോയി ഗുരുവായൂരപ്പന്റെ ബദരി നാരായണന്റെ പാദത്തിലേക്ക്. അപ്പോ ആ ബ്രഹ്മാവിന് തന്നെ ഒരാള് സേവിക്കുന്നത് കണ്ടപ്പോ സന്തോഷമുണ്ടായി. അധികാരം സേവിക്കാറില്ലല്ലോ. ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ കുറവാ, ഇല്ലാന്ന് പറയുന്നില്ല, വളരെ ദുർലഭമാണ് ബ്രഹ്മാവിന്റെ ക്ഷേത്രങ്ങൾ. വളരെ വളരെ അപൂർവമായിട്ടുണ്ടായിരിക്കാം. പ്രസിദ്ധമായിട്ടുള്ളൊരു ബ്രഹ്മാവിന്റെ ക്ഷേത്രം പുഷ്കരത്തിലാണ്. പിന്നെ കേരളത്തിലുണ്ട് ക്ഷേത്രങ്ങൾ, തീരല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ശിവന്റെയും വിഷ്ണുവിന്റെയും ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും ഇങ്ങനെ മറ്റുള്ള ദേവീദേവന്മാർക്കൊക്കെ ഉള്ളതുപോലെ
അങ്ങനെ ധാരാളമായിട്ടില്ല. കേരളത്തിലൊക്കെ കൂടി നടന്ന 3 4 ക്ഷേത്രങ്ങളോ മറ്റോ കാണാമായിരിക്കാം. ബ്രഹ്മാവിന് സന്തോഷായി. തന്നെയാണല്ലോ ഇദ്ദേഹം വിളിക്കുന്നത്. കയ്യില് കമണ്ടലുവില് ഗംഗാജലുണ്ട്. അത് ഭഗവാന്റെ നാമം ജപിച്ച് തെളിച്ചു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്ത്രജല്യങ്ങ് തെളിച്ചതും ഈ എല്ലും കൂടെ ഇളകാൻ തുടങ്ങി. അതോടുകൂടി മുട്ടിലേക്ക് വെച്ച അദ്ദേഹത്തിന്റെ കാല് പതുക്കെ അദ്ദേഹം താഴത്തേക്ക് വെച്ചു. അതോടുകൂടി തലയുടെ മുകളിൽ കൂപ്പിയിരുന്ന കയ്യ് പതുക്കെ താണു. ആ തുറന്ന കണ്ണ് ബ്രഹ്മാവിനെ നോക്കി. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അവയവങ്ങളൊക്കെ പരിപൂർണമായി. ഈ നശിച്ചു പോയതായിട്ടുള്ള ഞരമ്പുകള്, അതുപോലെ തന്നെ മാംസം, അന്തരവയവങ്ങള്, തോല്, രോമം, ഇതൊക്കെ പഴയതിനേക്കാൾ തേജസ്സോടു കൂടിയിട്ട് ഉണ്ടായി. അദ്ദേഹം ബ്രഹ്മാവിനെ തൊഴുതു. അദ്ദേഹത്തിന് എന്തൊക്കെയോ കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ നശിച്ചുപോയ തന്റെ ശരീരത്തെ തനിക്ക് തിരിച്ചു തരാൻ സാധിക്കില്ലല്ലോ. അങ്ങല്ലേ സൃഷ്ടി ചെയ്യുന്നത്? ബ്രഹ്മൻ ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്. എന്നാൽ അങ്ങ് സൃഷ്ടിച്ചതായിട്ടുള്ള യാതൊരു ജീവജാലങ്ങളും എന്നെ കൊല്ലരുത്. തഥാസ്തു, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. ചോദിച്ച വരം ഉടനെ കിട്ടിയപ്പോൾ ഈ ഹിരണ്യകശിപുവിനൊരു സംശയം. ഒരു പക്ഷെ മരണം വേറെ ഏതെങ്കിലും വഴി കൂടെ കടന്നു വന്നാലോ? അപ്പോ അകത്ത് വെച്ചിട്ടും പുറത്ത് വെച്ചിട്ടും ഞാൻ മരിക്കരുത്. അകത്തും പുറത്തും അല്ലാണ്ട് ഒന്നുകിൽ അകത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടല്ലേ മരിക്കൂ. അകത്ത് വെച്ചിട്ടും പുറത്ത് വെച്ചിട്ടും മരിക്കരുത്. അങ്ങനെ തന്നെ. പിന്നെ പകലും മരിക്കരുത്, രാത്രിയും മരിക്കരുത്. മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ദേവൻ കൊല്ലരുത്, അസുരൻ കൊല്ലരുത്, ആയുധങ്ങളെ കൊണ്ട് മരിക്കരുത്, ആയുധം അല്ലാത്തത് കൊണ്ട് മരിക്കരുത്, ജീവൻ ഉള്ളത് കൊണ്ടോ ജീവൻ ഇല്ലാത്തത് കൊണ്ടോ എനിക്ക് മരണം സംഭവിക്കരുത്, ആകാശത്തിൽ വെച്ച് മരിക്കരുത്, ഭൂമിയിൽ വെച്ച് മരിക്കരുത്, വെള്ളത്തിൽ വെച്ച് മരിക്കരുത്, അഗ്നിയിൽ വെച്ച് മരിക്കരുത്, കാറ്റോണ്ട് മരിക്കരുത്. എന്റെ ഈശ്വര, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ തഥാസ്തു, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് വരം കൊടുത്തു ഈ ബ്രഹ്മാവ്. അത് കിട്ടിയപ്പോഴോ സാധാരണ സജ്ജനങ്ങൾക്ക് ആഗ്രഹിച്ചത് കിട്ടിയാൽ അവർക്കുണ്ടാവുക എന്താ? തൃപ്തി ഉണ്ടാവും. ദുഷ്ടന്മാർക്കുണ്ടാവുക ദൃപ്തി ആണ്. തൃപ്തി എന്താ, തൃപ്തി എന്താന്ന് ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ശരിയാവണമെന്ന്. മലയാളം എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇംഗ്ലീഷിൽ വാർത്ത വായിക്കുന്നതൊക്കെ ശരിയാവണം. മലയാളത്തിൽ വാർത്ത വായിക്കുന്നവൻ അധ്യാപകൻ, വിദ്യാർത്ഥി എന്നൊക്കെ വായിക്കുക. അതൊരു കുഴപ്പമില്ല. എന്താ പേര്? ഒരിക്കൽ ടി വിയിൽ ഒരുത്തൻ ചോദിച്ചതാ, ഒരു ശുംഭൻ. എനിക്ക് കേമന്ന് പറയാൻ തോന്നുന്നില്ല. അപ്പോ ഇങ്ങനെ തലേന്ന് ഫോണിൽ പറയാ, എന്റെ പേര് അതിഥി. അതിഥി എന്നാ പറഞ്ഞത്. ഓ, അതിഥിയാണല്ലേ, വീട്ടിൽ വരുന്നവരൊക്കെ സൽക്കരിക്കും അല്ലേ? പേര് അതിഥി എന്നാണ്. കശ്യപന്റെ ഭാര്യയുടെ പേര് അതിഥി എന്നാണ്. അതിഥി വേറെ, അതിഥി വേറെ. ഇവര് പറഞ്ഞത് ഇത് രണ്ടുമല്ല, അതിഥി എന്നാണ്. മലയാളം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. കാരണം സംസ്കൃതം പഠിക്കണം. അക്ഷരം, മലയാളത്തിൽ അക്ഷരങ്ങൾ മുഴുവൻ വ്യക്തമായിട്ട് ഉച്ചരിക്കാൻ പഠിക്കണം. കുറച്ച് വിഷമമുണ്ട് അതിന്. കുട്ടിക്കാലത്ത് തന്നെ പരിശ്രമിക്കണം, ഇല്ലെങ്കിൽ ആവില്ല. അല്ലെങ്കിലോ മഴ മഴ എന്ന് പറയില്ല, മയ മയ എന്ന് പറയും. ഇദ്ദേഹത്തിന് വരം ലബ്ധ്വാ ദൃപ്തഃ, ദൃപ്തനായി. വരം കിട്ടിയിട്ട്, ചോദിച്ച വരമൊക്കെ കിട്ടിയപ്പോൾ. ദൃപ്തി എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടായി എന്നർത്ഥം.
തൃപ്തി എന്ന് പറഞ്ഞാലോ സന്തോഷം എന്നാണ്. ഔ തൃപ്തനായി, ഊണ് കഴിഞ്ഞു, തൃപ്തിയായി, സുഖമായി എന്നർത്ഥം. മറ്റതങ്ങനെയല്ല, തൃപ്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചു എന്നാ. അഹങ്കരിച്ചിട്ട് സ്വർഗലോകത്തിലേക്ക് കയറി ചെന്നു. ദേവന്മാരൊക്കെ തന്റെ ചൊൽക്കീഴിലാക്കി. അവരൊന്നും വിട്ടില്ല അദ്ദേഹം. ഹിരണ്യകശിപു അവർക്കൊക്കെ പ്രത്യേകം ജോലി കൊടുത്തു എന്നാ. ദേവന്മാർക്കൊക്കെ ജോലിയുടെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠ ഹിരണ്യകശിപുവിനുണ്ട്. സമയത്തിനൊക്കെ അവർക്ക് ജോലി 12 മണിക്കൂറല്ല, 18 മണിക്കൂറാ ജോലി. പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് സംസാരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കരുത്, ഭക്ഷണം കഴിക്കാൻ പോകരുത്, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സൂത്രം ഒന്നും പറഞ്ഞിട്ട് പോവാൻ പാടില്ല. 18 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ 18 മണിക്കൂർ കഠിന ജോലി തന്നെ. പക്ഷെ ജോലി ചെയ്താൽ എന്താ തിരക്കട, അതിനനുസരിച്ച് കൂലി കൊടുക്കും. 8 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനൊക്കെ ഓവർ ടൈം കൂലി കൊടുക്കും. ഇവരുടെയൊക്കെ ജോലി ശരിയായില്ലേ എന്ന് നോക്കുകയാണ് ദേവേന്ദ്രന്റെ പടി. ദേവേന്ദ്രനും ശരിക്ക് കൂലി കൊടുക്കും. എന്താ കൂലി എന്നല്ലേ? എല്ലാ ദിവസവും രാത്രി 10 മണിയായാൽ തന്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ഹിരണ്യകശിപു വരിക ഈ കൂലി കൊടുക്കാൻ. ഹിരണ്യകശിപു ആണ്. എന്നിട്ട് തന്റെ ഭൃത്യന്മാരിൽ ചില കേമന്മാരുണ്ട്, അവരെ വിളിച്ചിട്ട് തുടങ്ങുക എന്ന് പറയും കൂലി കൊടുക്കാന്. എങ്ങനെയാ? മുക്കാലിയില് കെട്ടിയിട്ട് ദേവന്മാരൊക്കെ ഓരോരുത്തരെയും 50 അടി ചാട്ടവാറുണ്ട്. അവർക്ക് അതാ കൂലി. അപ്പൊ ദേവേന്ദ്രനോ നേതാവല്ലേ, അതുകൊണ്ടൊരു 10 ഇരട്ടി 500 അടി ദേവേന്ദ്രന്. എന്റെ ഈശ്വര, ദേവന്മാരാകെ വിഷമിച്ചു. ഭക്ഷണമില്ല, ഉറങ്ങാൻ വയ്യ, കഠിനമായിട്ടുള്ള അധ്വാനവും അതിന്റെ പുറമെ ഇവന്റെ മർദ്ദനവും അവന്റെ പരിഹാസവും ഈ അസുരന്മാരുടെ ഒക്കെ വിടുപടിയെടുക്കലും ദേവന്മാരാകെ വിഷമിച്ചു. അവര് ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹവാക്ക് കൊടുത്തു. എപ്പോഴാണോ വേദങ്ങൾ, ദേവന്മാർ, ബ്രാഹ്മണർ, അതുപോലെ തന്നെ പശുക്കൾ ഇതിനൊക്കെ നശിപ്പിക്കുന്നത്, അപ്പോ അവനെ ഞാൻ നശിപ്പിക്കും. അതൊക്കെ എത്രയോ കാലമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. എന്നാൽ എപ്പോഴാണോ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദ ബാലനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്, അന്ന് അവന്റെ ജീവിതത്തിന്റെ അന്ത്യമാണ് എന്ന് മനസ്സിലാക്കുക എന്ന് ഭഗവാൻ ദേവന്മാരെ അറിയിച്ചു. ദേവന്മാരിപ്പോ പ്രഹ്ലാദ ബാലനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹിരണ്യകശിപുവിന് 4 മക്കള്. അതിൽ അവസാനത്തെ മകന്റെ പേരാണ് പ്രഹ്ലാദൻ. തതോസ്യ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസദൗ മുനേർവീണാപാണേരധിഗത ഭവൽ ഭക്തി മഹിമാ സവൈജാത്യാദൈത്യ ശിശുരപി സമേത്യ ത്വയിരതിം ഗതസ്ത്വൽഭക്താനാം വരദ പരമോദാഹരണതാം. ഈ പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തത് കേട്ട് വിഷ്ണുവിന്റെ പാദത്തിൽ ഭക്തിയുള്ളവനായിരുന്നു. ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഭക്തി കിട്ടിയെന്നർത്ഥം. ജനിച്ചു വീണപ്പോൾ ചുണ്ട അനങ്ങുന്നത് കണ്ടു കയാദേവി. ചെവി അടുപ്പിച്ചു നോക്കി. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് കാര്യം മനസ്സിലായത്. ജപിക്കുന്നത് ഭഗവാന്റെ നാരായണനാമം, കൃഷ്ണനാമം, ഗോവിന്ദനാമം, വിഷ്ണുവിന്റെ നാമം. അപകടമാണല്ലോ എന്ന് കയാധുവിന് തോന്നി. കഴിയുന്നത്ര ഭർത്താവിൽ നിന്ന് മറച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഹിരണ്യകശിപുവും ചോദിച്ചു, എന്താ ഉണ്ണി ഇങ്ങനെ ചുണ്ടിളക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തോ പറയുന്നത് പോലെ, എത്ര ചെറിയ കുട്ടികൾ എന്തെങ്കിലും പറയൂ? എന്ന് പറഞ്ഞു കയാധു. എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി പ്രായമായപ്പോ അത് അടുത്ത് ചെന്നാൽ മനസ്സിലാക്കാമെന്നുള്ള അവസ്ഥയായി. കുറച്ചുകൂടി പ്രായമായപ്പോഴോ ചെവിയൊന്നും അടുത്ത് വെക്കണ്ട, സാധാരണ അടുത്തിരുന്നാ കേൾക്കാന്നായി. എന്താ പറയുന്നത്? കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ഇവന്റെ ഈ വിഷ്ണുഭക്തി കണ്ടിട്ട് ഹിരണ്യകശിപുവിന് ദേഷ്യണ്ടായി. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അന്നത്തെ ചില ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും ഒക്കെ ഉണ്ട്. അവരൊക്കെ വിളിച്ചു വരുത്തി. അവരൊക്കെ കൂടിയിരുന്നിട്ട് ആലോചിച്ചു,
അവരുടെ ആലോചനയുടെ പരിണത ഫലമായിട്ട് അവർക്ക് കാര്യം മനസ്സിലായി. ഇവനെ ബാധിച്ചിരിക്കുന്നത് കൃഷ്ണഗ്രഹമാണ് എന്ന് പറഞ്ഞു. എന്താ അത് വിട്ടുപോവാൻ വേണ്ടത്? അതിന് ചില ആഭിചാര പ്രയോഗങ്ങളും ചില അധർമ്മ പ്രയോഗങ്ങളും ഒക്കെ അവര് നടത്തി. പക്ഷെ അതുകൊണ്ടൊന്നും ഈ കൃഷ്ണഗ്രഹം വിട്ടുപോയില്ല പ്രഹ്ലാദ ബാലന്. ഇനി എന്ത് ചെയ്യേണ്ടു എന്ന ആലോചനയായി ഹിരണ്യകശിപുവിന്. ആ കാലത്ത് അവരുടെ അസുരന്മാരുടെ ഗുരുനാഥനായിരിക്കുന്ന ശുക്രമഹർഷി തീർത്ഥയാത്രയായിട്ട് പോയതായിരുന്നു. പ്രഹ്ലാദ ബാലനെ ഉപദ്രവിക്കുന്നത് കാണാൻ വയ്യ എന്ന് വിചാരിച്ചിട്ടാ തീർത്ഥയാത്രയായിട്ട് പോയത്. അദ്ദേഹത്തിന്റെ പുത്രന്മാരുണ്ട് 2 പേര്. രണ്ടിന്റെയും പേര് ഒരുമിച്ചേ പറഞ്ഞിട്ടുള്ളൂ ഭാഗവതത്തില്, വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. അത്ര ശുംഭന്മാരായതുകൊണ്ടായിരിക്കാം അവര് അങ്ങനെ പറഞ്ഞത്. ഷണ്ഡാമർക്കൗ സുതൗ തസ്യ ദൈത്യരാജഗൃഹാന്തികേ. ഷണ്ഡാമർക്കന്മാരെന്ന അവരുടെ പേര്. ചിലര് പറയാറുണ്ട് ഷണ്ഡശ്ച മർക്കശ്ച ഷണ്ഡാമർക്കവും. അങ്ങനെയല്ല, ഷണ്ഡശ്ച അമർക്കശ്ച ഷണ്ഡാമർക്കവും. അമർക്കനായാലും മർക്കനായാലും രണ്ടൊരു കുംഭന്മാര് തന്നെ. ഏതായാലും അവര് പറഞ്ഞു രാജാവിനോട്, ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം ഇവന്റെ ബുദ്ധി, ഇവനെ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു വെച്ച തന്നാ മതി. പാഠശാലയിൽ കൊണ്ടുപോയിട്ട് വിദ്യാഭ്യാസം കൊടുത്താൽ ശരിയാവും എന്ന് പറഞ്ഞു. അവര് വിദ്യാഭ്യാസമല്ല കൊടുക്കാറുള്ളത്. ആ വിദ്യാഭ്യാസം എന്നുള്ളതിന്റെ ഇടതുവശത്ത് ഒരു ആ എന്നും കൂടി ചേർക്കണം. അവിദ്യാഭ്യാസമാണ് കൊടുത്തിരുന്നത്. 3-ാമത്തെ വയസ്സില് വിദ്യ കൊടുക്കണ ഏർപ്പാട് അതിനു മുമ്പുണ്ടായിരുന്നില്ല. ഹിരണ്യകശിപു പോയതിന് ശേഷവും ഉണ്ടായില്ല. ഹിരണ്യകശിപുവാണ് ആ പരിഷ്കാരം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇതാ 2ാമത് ആ പരിഷ്കാരം ഇപ്പൊ അടുത്ത കാലത്താണ് ലോകം മുഴുവൻ പ്രചാരത്തിലായിരിക്കുന്നത്. ഇപ്പൊ 3 വയസ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അച്ഛനും അമ്മമാരും വേഷം കെട്ടിച്ചിട്ട് പറഞ്ഞയക്കുക. എവിടേക്കാ? LKGയില്. അതും മലയാളം പറയാൻ പാടില്ല അവിടെ പോയാൽ, ഇംഗ്ലീഷ് പറയണം. ഒരു കുട്ടി LKGയിൽ പോയി കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താ അമ്മ എന്നെ തല്ലു. ഞാനെന്തിനാ നിന്നെ തല്ലണത്? അമ്മ എന്നെ തല്ലു. പിന്നെ എന്തിനാ കുട്ടി നിന്നെ ഞാൻ തല്ലുന്നത്? പറയാ, ഇന്ന് ടീച്ചർ എന്നോട് എന്താ 5 രൂപ നാളെ പോകുമ്പോ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മയോട് വാങ്ങി കൊണ്ടുവരണമെന്ന്. 5 രൂപയോ? അതെന്തിനാ? ഞാൻ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് അമ്മ എന്ന് പറഞ്ഞു അതിന്. അപ്പൊ അമ്മ എന്താ പറയുന്നതല്ലേ? നന്നായി മോളെ, നന്നായി. നീ ഇനി അമ്മ എന്ന് പറയണ്ട, നീ മമ്മി എന്ന് പറഞ്ഞാൽ മതി. ഇനി വീട്ടിൽ നിന്ന് നീ മമ്മി എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് നല്ലതല്ല എന്ന് പറഞ്ഞില്ല, നല്ലതാണ്, ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിലത് വളരെ പ്രയോജനപ്രദമാണ്. മലയാളികളൊക്കെ കൂടി കേരളത്തിലിരുന്നാൽ നിന്നാൽ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അത്ര മലയാളികളുണ്ട്. അപ്പൊ പിന്നെ ഇവരൊക്കെ കൂടി മലയാളം മാത്രം പഠിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി പഠിക്കണം, അല്ല അറബിയാണ് പഠിക്കേണ്ടതെങ്കിൽ അതും പഠിക്കണം, അല്ല വല്ല പരന്ത്രീസോ കൊരന്ത്രീസോ പഠിക്കണമെങ്കിൽ അതും പഠിക്കണം. വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ഭാഷ മറന്നിട്ടാവരുത്, സ്വന്തം ഭാഷ മറന്നിട്ടാവരുത്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് ആരാ പറഞ്ഞത്? ശ്രീരാമചന്ദ്രനാ പറഞ്ഞത് ലക്ഷ്മണനോട്. അഭിസ്വർണമയീ ലങ്ക നമേ ലക്ഷ്മണരോചതേ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ജന്മം തന്ന മാതാവും ജനിച്ച നാടും സ്വർഗത്തേക്കാളേറെ ശ്രേഷ്ഠമാണ്. മരുഭൂമി ആയാലും കുഴപ്പമില്ല, ജന്മനാടിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ്. അതുകൊണ്ട് എനിക്കെന്റെ അയോധ്യയിലേക്ക് പോകണം. ഈ ലങ്ക സ്വർണമയി ആയിരിക്കാം, പക്ഷെ എനിക്ക് ഇവിടെ ഇരിക്കണ്ട, എനിക്കെന്റെ അയോധ്യയിലേക്കാ പോണ്ടതെന്നാണ്. അതുപോലെ നമ്മുടെ ജന്മം തന്നതായിട്ടുള്ള മാതാവ്, പിന്നെ നമ്മുടെ മാതൃഭാഷ. ആദ്യമായിട്ട് എന്ത് ഭാഷയിലാ സംസാരിക്കുക? തീർച്ചയായിട്ടും അമ്മ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ആണ് സംസാരിക്കുക.
മലയാളികൾ എവിടെ പോയാലും അവരുടെ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുകയും വേണം. അതില്ലാത്തവരുണ്ട്, വീട്ടിൽ നിന്ന് മലയാളം പറയാത്തവരുണ്ട്. ഏതായാലും ആ വിദ്യ തന്നെയാണ്, അവിദ്യയാണ് ഇവരെ പഠിപ്പിച്ചത്, അസുരബാലന്മാരെ. അതിന്റെ കൂടെ പ്രഹ്ലാദ ബാലനും പോയിരുന്ന് പഠിച്ചു. അതൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഒരിക്കൽ വിളിച്ചു കൊണ്ടുവന്നു ഹിരണ്യകശിപു മകനെ. പഠിച്ചതിൽ വെച്ച് മികച്ചതായിട്ടുള്ള പാഠം ഏതാണ് എന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധതനയേ ഭവൽ ഭക്തിം വര്യാം അഭിഗതതി പര്യാകുലധൃതി. ചോദിച്ചു, ഏതാ പഠിച്ചതിൽ വെച്ച് മികച്ചതായിട്ടുള്ള പാഠം എന്ന്. ഒരു സംശയമില്ലാതെ മറുപടി പറഞ്ഞു, ഭഗവാന്റെ പാദഭക്തി ആണ്. ആദ്യം പറഞ്ഞത് വീട് വിട്ടിട്ട് കാട്ടിൽ പോയിട്ട് വിഷ്ണുവിനെ സേവിക്കണമെന്ന. അത് തെറ്റാണെന്ന് തോന്നി. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞത് എന്താന്നല്ലേ, ഭഗവാന്റെ നവവിധമായിട്ടുള്ള ഭക്തിയാണ്. ഈ ബാലന്റെ സ്വഭാവ ഗുണം കൊണ്ട് ഹിരണ്യകശിപുവിനൊന്നും ഉപദ്രവിക്കാൻ തോന്നില്ല. കാരണം ഇത്രയും സ്വഭാവ ഗുണം ഉണ്ടായിട്ട് വേറൊരു കുട്ടി ഉണ്ടായിട്ടില്ല. ദൂരത്ത് നിന്ന് തന്നെ അച്ഛനെ കണ്ടാൽ വീണ് നമസ്കരിക്കും. പിത്രേ നമ, പിത്രേ നമ, പിത്രേ നമ. വീണ് നമസ്കരിച്ച് ഹിരണ്യകശിപുവിന്റെ പാദത്തിൽ തൊടുമ്പോൾ ഇതുവരെ ഹിരണ്യകശിപുവിന് ഉണ്ടാവാത്തതായിട്ടുള്ള വികാരം ഉണ്ടാവുന്നു. ശരീരം കോരിത്തരിക്കുന്നു, ശരീരത്തിലാകെ കുളിര് കോരിയിടുന്നു. എന്ന് മാത്രമല്ല, രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു, കണ്ണിൽ നിന്ന് ആനന്ദക്കണ്ണീരൊഴുകുന്നു. ഈ ബാലനെ വാരിയെടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മാറോട് ചേർക്കുന്നു, മൂർധാവിലാഘ്രാണിക്കുന്നു, താടി പിടിച്ചു പൊക്കുന്നു, കവിളിൽ ഉമ്മ വയ്ക്കുന്നു. ഇതുപോലൊരു സ്നേഹവും സന്തോഷവും ഈ ഹിരണ്യകശിപുവിന്റെ ജീവിതത്തില് പ്രഹ്ലാദ ബാലനെ തൊടുമ്പോ ഉണ്ടായതുപോലെ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്താ ചെയ്യുക, അവൻ പറയുന്നത് വിഷ്ണുവിന്റെ ഭജനം വേണം എന്നല്ലേ. ഇവനെ ഇനി ബാക്കി വെക്കരുത് എന്നാണ് കൊലപാതകികളോട് പറഞ്ഞത്. ഇവനെ കൊന്നതിന്റെ ലക്ഷണവുമായിട്ട് ഇവന്റെ തലയും കൊണ്ടുവന്നാ മതി എന്ന്. 50 പേരാണ് ഇത്ര കൊണ്ടുപോയത്. 5 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു കൊണ്ടുവന്നത് 5 പേരാ. ഹിരണ്യകശിപു ചോദിച്ചു, ഞാൻ തലല്ലേ കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ, എന്തിനാ അവനെ മുഴുവൻ കൊണ്ടുവന്നത്? തല ഉണ്ട്, അത് ഇവന്റെ അല്ല, ഞങ്ങളുടെ ഒരു 45 പേരുടെ തല ഉണ്ട്, അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ചു ദിവസം കൂടി ഇരുന്ന ഞങ്ങളുടെ തലയും കൂടി പോകുന്നു പറഞ്ഞു. ഈ പ്രഹ്ലാദ ബാലനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ട് ഞങ്ങളുടെയൊക്കെ തലയാ പോയത്. കുത്തി ഒരുത്തൻ ശൂലം എടുത്തിട്ട് പ്രഹ്ലാദ ബാലന്റെ നെഞ്ഞില് കുത്തി ഇറക്കി. പക്ഷേ ആ ശൂലം പ്രഹ്ലാദന്റെ നെഞ്ഞിലല്ല കുത്തിത്തറച്ചത്, കുത്തിയവന്റെ മാറത്ത് തന്നെയാ കുത്തിത്തറച്ചത്. അവൻ ചത്തു. വാളെടുത്തിട്ട് വെട്ടി, അവന്റെ കയ്യിലുള്ള വാള അവന്റെ കഴുത്തിന് തന്നെ മുട്ടി തൊട്ട് അവന്റെ കഴുത്ത് മുറിഞ്ഞു. പ്രഹ്ലാദൻ ബാലനെ ആനയെ കൊണ്ട് ചവിട്ടിച്ചു. ഇനി ആന ആരെയും ചവിട്ടില്ല, കാരണം അതിന്റെ കാലൊടിഞ്ഞു. ആനയെ കൊണ്ട് കുത്തിച്ചു, അതിന്റെ കൊമ്പൊടിഞ്ഞു. പ്രഹ്ലാദ ബാലനെ മൂർഖം പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു. ഇനി ആ പാമ്പ് ആരെയും കടിക്കില്ല, കാരണം അതിന്റെ വിഷപ്പല്ല് കൊഴിഞ്ഞു. ഹോളി എന്ന സഹോദരി ഉണ്ട് ഹിരണ്യകശിപുവിന്. അവളൊരു വരം വാങ്ങിയിട്ടുണ്ട്, അഗ്നി അവളെ ഉപദ്രവിക്കില്ല എന്ന്. അവള് പ്രഹ്ലാദ ബാലനെ എടുത്തിട്ട് അഗ്നിയിൽ കയറിയിരുന്നു. അത്ഭുതന്നേ പറയണ്ടു, ഹോളി ദഹിച്ചു പോയി. പ്രഹ്ലാദ ബാലൻ ഒരു രോമത്തിന് പോലും, ഒരു തീപ്പൊരി പോലും ഏൽക്കാതെ ആ അഗ്നിയിൽ നിന്ന് ഒരു വിഷമമില്ലാതെ ഭഗവാന്റെ നാമവും ജപിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. വെള്ളത്തിലെ കല്ല് കെട്ടി താഴ്ത്തി, കെട്ടിയ കല്ല് താണുപോയി. പ്രഹ്ലാദൻ താമര പോലെ പൊങ്ങി വന്നു. താമരയുടെ ഇല പോലെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു വന്നു പ്രഹ്ലാദൻ. മലയുടെ മുകളിൽ നിന്ന് കെട്ടിയുരുട്ടി കല്ല് കെട്ടിയിട്ട് കെട്ടിയ കല്ല് പൊട്ടിപ്പോയി, കല്ലുരുണ്ടു വന്നു. പ്രഹ്ലാദ ബാലൻ കല്ലെത്തുന്നതിന് മുമ്പ് ഒരു വിഷമമില്ലാതെ താഴത്തെത്തി. ആഹാ, എന്നാൽ ഇവനെ ഇനി എന്താ വേണ്ടത്? അപ്പോഴാണ് അസുരഗുരുനാഥന്മാര് പറഞ്ഞത്, വിദ്യാലയത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടുക വരുണപാശം കൊണ്ട്. വിഷം കുത്തിക്കയറുന്നതായിട്ടുള്ള സൂചികളെ കൊണ്ട് വരിഞ്ഞു മുറുക്കി ഉണ്ടാക്കിയതായിട്ടുള്ള
പാശത്തിനാണ് വരുണപാശം എന്ന് പറയുക. അതുകൊണ്ട് പ്രഹ്ലാദബാലനെ കെട്ടിയപ്പോൾ അദ്ദേഹത്തിന് യാതൊരു വേദനയുണ്ടായില്ല, യാതൊരു ദുഃഖം ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, പ്രഹ്ലാദബാലന് വരുണപാശം അമൃതപാശമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇനി എന്താ വേണ്ടത് എന്ന് അസുര ഗുരുനാഥന്മാർ ആലോചിച്ചു. ഇങ്ങനെയായാ പറ്റില്ലല്ലോ, ഇവനൊന്ന് നന്നാക്കിയെടുക്കണ്ടേ. രാജാവിനോട് അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണോ അവര് പോയതെന്ന് അറിയില്ല. ഒരിക്കലവര് പോയിട്ട് തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച അവർക്ക് ഏറെ വിഷമുണ്ടാക്കുന്നതായിരുന്നു. കാരണം അങ്ങോട്ട് പോകുമ്പോ ഒരു പ്രഹ്ലാദനെ ഉണ്ടായിരുന്നുള്ളൂ, തിരിച്ചു വന്നപ്പോൾ ഈ വിദ്യാലയത്തിലുള്ളവരൊക്കെ പ്രഹ്ലാദബാലന്മാരായിരിക്കുന്നു. ഇപ്പൊ എല്ലാവരും കൂടിയിട്ടാണ് നാമജപം. പ്രഹ്ലാദബാലനാണ് അതിന്റെ നേതാവ്. കുട്ടികൾ വന്നിട്ട് പ്രഹ്ലാദനോട് ചോദിച്ചു, എന്തിനാ പ്രഹ്ലാദ, സഹോദരന്മാർ 3 പേർ ജ്യേഷ്ഠന്മാർ ഇരിക്കുമ്പോൾ തന്നെ ഒരിക്കലും മരണമില്ലാത്ത അങ്ങയുടെ പിതാവ് അങ്ങയെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിനെ തട്ടി നിരസിച്ച് നമ്മുടെ വംശശത്രുവായിട്ടുള്ള വിഷ്ണുവിനെ എന്തിനാ പ്രഹ്ലാദ ഭജിക്കുന്നത് എന്ന് ചോദിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾക്ക് തെറ്റുപറ്റി. വിഷ്ണു നമ്മുടെ ശത്രുവല്ല, പിന്നല്ലേ വംശശത്രുവ. വിഷ്ണു ആരുടെയും ശത്രുവല്ല, വിഷ്ണു എല്ലാവരുടെയും ബന്ധുവാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക്, ഈ വിളക്കിന് അങ്ങനെ പക്ഷഭേദമുണ്ടോ? എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നു. കത്തിച്ചു വെച്ച വിളക്ക് കത്തിച്ച ആൾക്ക് പ്രകാശം കൊടുക്കുന്നു. വേറൊരുത്തൻ ഈ വിളക്ക് കെടുത്താൻ വേണ്ടി ഓടി വരിക, അവനും ഈ വിളക്കിന്റെ അടുത്തെത്തി അത് കെടുത്തുന്നത് വരെ അവനും വിളക്ക് പ്രകാശം കൊടുക്കുന്നു. അല്ലേ? പക്ഷഭേദമില്ല. ഇതുപോലെ വിഷ്ണുവിന് ശത്രുവും മിത്രമൊന്നുമില്ല. എല്ലാവരെയും അനുഗ്രഹിക്കുക എന്നുള്ളതാണ് വിഷ്ണുവിന്റെ സ്വഭാവം. പക്ഷേ കുട്ടികളെ, ആശ്രയിക്കുന്നവന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു. അത് ഭഗവാന്റെ പക്ഷപാതിത്വം കൊണ്ടല്ല, ഭഗവാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറെ ദൂരത്ത് നിന്നിട്ട് ഭഗവാനെ തെറി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അടുത്ത് വന്നിട്ട് കൈ കാണിക്കണം. അപ്പോഴല്ലേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക. അതുകൊണ്ട് ആശ്രയിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു. പിന്നെ ശരീരം സ്വീകരിച്ചവരുടെ എല്ലാവരുടെയും പ്രഥമവും പ്രധാനവും ആത്യന്തികവുമായിട്ടുള്ള കർത്തവ്യം എന്നുള്ളത് ഈശ്വരനെ സേവിക്കുക എന്നുള്ളതാണ്, വിഷ്ണുവിനെ സേവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഖാക്കളെ, കുട്ടികളെ, നിങ്ങളും എന്നെ പോലെ വിഷ്ണുവിനെ ഭജിക്കുക എന്ന് പ്രഹ്ലാദന്റെ യുക്തി നിറഞ്ഞതായിട്ടുള്ള സത്യത്തിൻ്റെതായ ആ വാക്കുകൾ നിഷ്കന്മഷന്മാരായ ബാലന്മാരുടെ നിഷ്കളങ്ക ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു. അവരും ഭഗവത് ഭക്തന്മാരായി. അവരും ഭഗവാനെ വിളിക്കാൻ തുടങ്ങി. പ്രഹ്ലാദ ബാലനോട് കൂടിയിട്ട് കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. അപ്പോഴാണ് ഈ അസുര ഗുരുനാഥന്മാരുടെ വരവ്. ആഹാ, ഒരുത്തനേ ഉള്ളൂ എന്നാ വിചാരിച്ചത്. ഇപ്പൊ നീ എല്ലാവരെയും നീ വിഷ്ണു ഭക്തന്മാരാക്കിയിരിക്കുന്നു അല്ലേ, എന്നാൽ ഇനി താമസമില്ല എന്നും പറഞ്ഞിട്ട് അവര് ആ പിണച്ചു കെട്ടിയതായിട്ടുള്ള ചൂരൽ വടി കയ്യിലെടുത്തിട്ട് ആ ഓങ്ങി ആ പ്രഹ്ലാദ ബാലന്റെ പുറത്തടിക്കാൻ വേണ്ടി കയ്യുയർത്തിയത് ഓർമ്മണ്ട്. അസുരബാലന്മാരൊക്കെ കാണാൻ വയ്യാതെ കണ്ണടക്കുകയാണ് ചെയ്തത്. കാരണം ഈ വടി പ്രഹ്ലാദന്റെ പുറത്തു കൊണ്ടാൽ തീർച്ച പ്രഹ്ലാദന്റെ പുറം പൊട്ടും, തോല് പൊളിയും, മാംസം തെറിക്കും, രക്തം ഒഴുകും, വേദന കൊണ്ട് പ്രഹ്ലാദൻ പൊളയും. അത് കാണാൻ വയ്യാത്തത് കൊണ്ട് അവര് കണ്ണടച്ചു.
അവരവരുടെ ശക്തി മുഴുവൻ ആവുങ്ങി വാങ്ങിയിട്ടാണ് അടിച്ചത്. പക്ഷേ അവിടെ ഒരു അത്ഭുതം ഉണ്ടായി. എന്താന്നല്ലേ, അവര് കൈകൊണ്ടടിച്ചപ്പോൾ ആ വടി പ്രഹ്ലാദബാലന്റെ പുറത്ത് കൊള്ളേണ്ടതിന് പകരം ആരോ പിടിച്ചിട്ടെന്ന പോലെ അവരുടെ കയ്യിലുള്ള വടി അവരുടെ കയ്യോടുകൂടിയിട്ട് തിരിഞ്ഞ് അവരുടെ പുറത്തടിക്കാൻ തുടങ്ങി. അതായത് അടിക്ക് തിരിച്ചടി ഉണ്ടായി. അടി കൊള്ളാതെ തന്നെ തിരിച്ചടി ഉണ്ടായി. അപ്പൊ അവര് ഒരു കൈ കൊണ്ട് അടിക്കാൻ തുടങ്ങിയപ്പോ മറ്റേ കൈ കൊണ്ട് പിടിച്ചു. പിടിച്ചപ്പോ എന്തായി? അടിയുടെ ശക്തി ഇരട്ടിയായി. അടിയോടടി പുറം മുഴുവൻ പൊളിഞ്ഞു, തോല് പൊട്ടി, രക്തം തെറിച്ചു, മാംസം തെറിച്ചു. വേദന സഹിക്കവയ്യാതെ അവര് പൊളഞ്ഞു. അവരോടിച്ചെന്നു ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക്. അപ്പോഴും ഇങ്ങനെ പുറത്തടിക്കുന്ന, മഹാപ്രഭോ, അവിടുത്തെ മകനെ, പുത്രനെ ഞങ്ങൾ അടിക്കാൻ നോക്കിയിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള വടി ഞങ്ങൾ പിടിച്ചിട്ടും നിൽക്കാതെ ഞങ്ങളുടെ പുറത്തടിക്കുകയാണ്. ഹിരണ്യകശിപു വന്ന് തൊട്ടു, വടി ഡിം താഴത്ത് വീണു. ഭഗവാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ തൊട്ടാൽ ഹിരണ്യകശിപു നിന്റെ ശിങ്കിടികൾക്ക് കിട്ടിയ തന്നെ ആണടാ നിനക്കും കിട്ടാൻ പോകുന്നത്. ഭഗവാന്റെ വാണിംഗ് ആയിരുന്നു, മുന്നറിയിപ്പാണ്. ഹിരണ്യകശിപു ഇതങ്ങ് കണ്ടതോടുകൂടിയിട്ട് സ്വഭാവം മാറി. കണ്ണുകളൊക്കെ തുറിച്ചു പുറത്തേക്ക് വന്നു. രക്ത നിറായി കണ്ണുകളൊക്കെ. ശ്വാസോച്ഛ്വാസം വേഗം വിടാൻ തുടങ്ങി. കാലുകൊണ്ട് നിലത്ത് ചവിട്ടി ശബ്ദമുണ്ടാക്കി അരയിൽ നിന്ന് ഒറയിലുള്ള വാളൂരി വളരെ വേഗം നടന്നുകൊണ്ട് പ്രഹ്ലാദബാലന്റെ അടുത്തെത്തി. ഇടത്തെ കൈ കൊണ്ട് പ്രഹ്ലാദന്റെ രണ്ട് കൈയും പിടിച്ചു. എന്നിട്ട് പ്രഹ്ലാദബാലനോട് ഹിരണ്യകശിപു ക്രൂരമായിട്ടുള്ള നിലയ്ക്ക് ഇങ്ങനെ ചോദിച്ചു, എടാ കുട്ടി, നീ എന്റെ ശത്രുവായിട്ടുള്ള വിഷ്ണുവിനെ പറ്റി ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ ആരടാ നിനക്ക് ബലം? അസുരന്മാരാകുന്ന ചന്ദനവനത്തിൽ ജനിച്ച എടാ കാഞ്ഞിരക്കുറ്റി, ആരടാ നിനക്ക് ബലം? അരേ ക്വാസൗ ക്വാസൗ. ചോദിച്ചപ്പോ പ്രഹ്ലാദബാലൻ പറഞ്ഞു, എന്താ പിതാവേ സംശയം? വിഷ്ണു തന്നെ എനിക്ക് ബലം. എനിക്ക് മാത്രമല്ല ബലം മേ വൈകുണ്ഠ, എനിക്ക് മാത്രമല്ല ബലം, തവച, അങ്ങേക്കും ബലം ഈ വിഷ്ണു തന്നെയാണ്. മാത്രമല്ല ജഗതാം ചാപി സബലം, ലോകത്തിന് മുഴുവൻ എന്റെ വിഷ്ണുവാണ് ബലം. ആഹാ, നിനക്കും ലോകത്തിനും എനിക്കും നിന്റെ വിഷ്ണുവാണ് ബലം അല്ലേ? എടാ എങ്കിൽ എവിടെടാ ആ വിഷ്ണു? ക്വാസൗ ക്വാസൗ, എവിടെടാ ആ വിഷ്ണു? ചോദിച്ചപ്പോൾ അലറുന്ന ഹിരണ്യകശിപുവിന്റെ മുന്നില് പതറാത്ത ശബ്ദത്തോടുകൂടി പ്രഹ്ലാദബാലൻ മനോഹരമായിട്ട് മൊഴിഞ്ഞു, പിതാവേ സർവത്ര, എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടടാ എന്റെ മുന്നിലുള്ള ഈ തൂണിലില്ല എന്നാ ചോദിച്ചത്. കാണുന്നുണ്ടല്ലോ എന്നാ പറഞ്ഞത്. പ്രഭിന്ദേ സ്മസ്തംഭം ചലിതകരവാളോദിതി സുത. അങ്ങനെ വാളെടുത്ത് വാളിളക്കിക്കൊണ്ട്, എടാ പ്രഹ്ലാദ, നീ തെറ്റിദ്ധരിക്കണ്ട, ഇപ്പൊ നിന്റെ അച്ഛനല്ല നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരിക്കൽ വാള് ഊരിയാൽ ഒരിക്കലും ശത്രുവിന്റെ ഗളച്ഛേദം ചെയ്ത് രക്തം കുടിക്കാതെ തിരിച്ച് ഉറയിലേക്ക് പ്രവേശിക്കാത്ത ആ വാളിന്റെ ഉടമസ്ഥനായ ഹിരണ്യകശിപുവാണടാ വാളുമെടുത്ത് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നിന്റെ കൊല്ലാനുള്ള നിന്റെ അന്തകന ആണടാ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. എവിടെടാ നിന്റെ വിഷ്ണു? എന്തടാ ഈ തൂണിലില്ലാത്തത്? കാണുന്നുണ്ടല്ലോ എന്നാ പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഗുരുവായൂരപ്പ, എന്നോട് ഇനി പറയാൻ എഴുതാൻ പറയരുത്, എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്ക് വയ്യ,
എനിക്ക് വല്ലാതെ ഭയം അനുഭവപ്പെടുന്നു. അതപശ്ചാദ്വിഷ്ണോ നഹിവതിതുമീശോസ്മി സഹസാ കൃപാൽമൻ വിശ്വാൽമൻ പവനപുരവാസിൻ ഹൃദയമം. എന്നെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. എനിക്ക് പേടിയായിട്ട് വയ്യ, എനിക്ക് വയ്യ, ആലോചിക്കാൻ പോലും വയ്യ. പിന്നെ ഞാൻ എങ്ങനെ ആ രൂപം പറയുക? ഗുരുവായൂരപ്പ ഭഗവാനെ, എന്റെ വാതരോഗം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇവിടുന്ന് പോണ്ടി വന്നാലും കുഴപ്പമില്ല, അല്ല ഇനി ഞാൻ ഇവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല, എനിക്ക് വയ്യ ഇനി പറയാൻ, വയ്യ വയ്യ എന്നും പറഞ്ഞ ഭട്ടതിരിപ്പാട് തന്റെ 24ാമത്തെ ഉപാസന അവിടെ നിർത്തി. ഭട്ടതിരി നിർത്തിയ ഗുരുവായൂരപ്പൻ നിർത്തിയില്ലല്ലോ. ഭട്ടതിരി നിർത്തിയതുകൊണ്ട് അത് നിൽക്കാൻ പോകുന്നില്ലല്ലോ. ഗുരുവായൂരപ്പൻ തീരുമാനിച്ചു, എനിക്ക് ഭട്ടതിരിയുടെ നാരായണീയം കേൾക്കണം, അത് മുഴുവൻ തന്നെ കേൾക്കണം, അത് 100 ദിവസം തികച്ചും കേൾക്കണം. 24ാമത്തെ ദിവസം നിർത്തിപ്പോയാ പറ്റില്ല. ഭഗവാൻ അന്ന് രാത്രി ഭട്ടതിരിപ്പാടിന് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു. ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പതിവ് പോലെ ദർശനത്തിന് വന്നു എന്നും അർദ്ധകെട്ടിപ്പടിയിൽ ഇരുന്നു എന്നും, അപ്പൊ മുന്നിലുള്ളതായിട്ടുള്ള തൂണ് പിളർന്നതായിട്ടും അതിന്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ നരസിംഹമായിട്ട് പുറത്ത് ചാടിയിട്ട് അങ്ങനെ നടന്ന് കാണിച്ചു കൊടുത്തു അത്രേ. നരസിംഹമായിട്ട് ദർശനം കൊടുത്തു എന്ന്. അത് കണ്ടിട്ടാണത്രേ ഭട്ടതിരിപ്പാട് എഴുതിയത്. അതുകൊണ്ട് അല്ലേ എന്ന് തോന്നും നാരായണീയത്തിലെ നരസിംഹാവതാരത്തിന് ഭാഗവതത്തിലെ നരസിംഹാവതാരത്തെക്കാൾ കുറച്ചുകൂടി ഒരു മിഴിവ് വന്നിട്ടില്ലേ എന്ന് വായിച്ചു നോക്കുമ്പോ തോന്നാറുണ്ട് ഭക്തന്മാർക്ക്. എനിക്ക് തോന്നാറുണ്ട്, നിങ്ങൾക്കൊക്കെ തോന്നാതിരിക്കില്ല. ഭാഗവതത്തിലെ നരസിംഹം അല്ല നാരായണീയത്തിലെ നരസിംഹം, അത് പ്രത്യേകം തന്നെ. അടുത്ത ദശകത്തിൽ ആ ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നു. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡ കുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംഭവാദചലിതോപി അംഭോജഭൂർവിഷ്ടരാൽ ദൈത്യേഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണം ഏതദദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസദ്വർഷ്മാ സമാജൃംഭതാഃ തപ്തസ്വർണസവർണഗൂർണദതിരൂക്ഷാക്ഷം തടാകേതരപ്രോൽക്കമ്പ പ്രതികുംഭിതാംബരമഹോ ജിയാത്തവേദം വപു വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽക്കൻ മഹാജിഹ്വാ നിർഗമ ദൃശ്യമാന സുമഹാദൃഷ്ടായുഗോഡ്ഡാമരം ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവര ദോശതോൽഗത നഖക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘിഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവത തം നാരസിംഹം വപൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭയങ്കരമായിട്ടുള്ള ആ രൂപത്തെ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുകയാണ്. സ്തംഭേ ഘട്ടയതഃ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ. ഹിരണ്യകശിപു ആദ്യം നിന്നെ വെട്ടും, ആ വിഷ്ണു നിന്നെ രക്ഷിക്കുന്നത് കാണട്ടെ എന്നാ പറഞ്ഞത്. ഇപ്പോ ഹിരണ്യകശിപു കഴുത്തിന് വെട്ടല്ല ചെയ്തത്, പിന്നെ ആ തൂണിന് ഇടിക്കുകയാണ് ചെയ്തത്. ഇത് ഹിരണ്യകശിപുവിന്റെ താടനം ഏറ്റിട്ട് ആ തൂണ് പൊടിയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തൂണ് പൊടിഞ്ഞാൽ ഹിരണ്യകശിപുവിന് അപ്പൊ മനസ്സിലാവും വിഷ്ണു തൂണിലില്ല.
അപ്പോ ഈ പ്രഹ്ലാദ ബാലന്റെ സംശയമൊക്കെ തീരും എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. അപ്പൊ അതൊന്നുമല്ല. അഥവാ അതിന്റെ ഉള്ളിൽ വിഷ്ണു ഉണ്ടെങ്കിൽ അവനിങ് വരട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാന്നാണോ ഹിരണ്യകശിപുവിന്റെ ഭാവം എന്നറിയില്ല. ആ വൈകുണ്ഠത്തിൽ പോയിട്ട് നോക്കിയിട്ട് കാണാതെ ഒളിച്ചോടിയ അവൻ ഈ തൂണിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവനൊന്ന് കാണണം എന്നാണോ ഹിരണ്യകശിപുവിന്റെ ഭാവം എന്നറിയില്ല. മുഷ്ടി ചുരുട്ടി ആ വാള് പിടിച്ചതായിട്ടുള്ള കയ്യുകൊണ്ട് കൊടുത്താൻ തൂണിനൊരിടി. എന്റെ ഈശ്വര, അതോട് കൂടിയിട്ട് അതിഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ഘോരസ്തവാഭൂദ്രവ ഘോരഹ രവഹ തവ അഭൂത് എന്നാ പറഞ്ഞത്. ഒരു ഭയങ്കര രവം ഉണ്ടായില്ല. രവം എന്ന് പറഞ്ഞാൽ അതിഭയങ്കര ശബ്ദം എന്നാ മനസ്സിലാക്കേണ്ടത്. അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടായി. ആ ശബ്ദം 14 ലോകങ്ങളിലും പ്രതിധ്വനിച്ചു. സത്യലോകത്തിൽ താമരയുടെ മുകളിലിരുന്ന് തപസ് ചെയ്യുന്ന ബ്രഹ്മദേവന്റെ ആസനമായ താമര ഇളകി, താമര വാടി, അത് ഒടിഞ്ഞു. ബ്രഹ്മാവ് തലകുത്തി താഴത്തേക്ക് വീണു. ശ്രീപരമേശ്വരൻ തപസ് ചെയ്യുന്ന സംഹാരമൂർത്തി ശ്രീപരമേശ്വരൻ മറിഞ്ഞു വീണു. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ പരസ്പരം കൂട്ടിമുട്ടി ആകർഷണമൊക്കെ വിട്ടിട്ട് സമുദ്രം കരയിലേക്ക് അടിച്ചു കയറി. പർവ്വതങ്ങളുടെ അഗ്രങ്ങളൊക്കെ പൊട്ടിഞ്ഞു. ലോകാവസാനം ആണോ എന്ന് വരാൻ പോകുന്നത് എന്ന് എല്ലാവരും സംശയിച്ചു. ഭയപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, 2 പേരൊഴികെ. അതാരാ? ഒന്ന് പ്രഹ്ലാദൻ, യാതൊരു ഭയം ഉണ്ടായില്ല. പിന്നെ വേറൊരുത്തൻ ഭയമില്ല എന്ന് വെറുതെ നടിച്ചു, ഉള്ളിലേറെ ഭയമുണ്ടെങ്കിലും. അതാരാ? ഹിരണ്യകശിപു. വരട്ടെ, അവൻ വിഷ്ണു തന്നെയാണ് വരുന്നത്, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാന്നുള്ള നിലയ്ക്ക് വാള് മാത്രമല്ല, ഇപ്പൊ ഇടത്തെ കയ്യിൽ പരിചയം പിടിച്ചു. ഇങ്ങോട്ട് വന്നാ ഇതുകൊണ്ട് തടുക്കണം, അങ്ങോട്ട് ഇതുകൊണ്ട് വെട്ടണം തീരുമാനിച്ചിട്ട് നിന്നു. ശബ്ദം കേട്ടതോട് കൂടിയിട്ട് ആ തൂണ് പിളർന്ന് പുറത്തേക്കൊരു രൂപം ചാടി. ചാടിയതും അത് വികസദ്വർഷ്മാ സമാജൃംഭതാ, പെട്ടെന്ന് അതങ്ങ് വളർന്ന് ആകാശം മുട്ടുന്ന രൂപമായിട്ട് പരിണമിച്ചു. ഹിരണ്യകശിപു നോക്കിയപ്പോൾ കണ്ടു അതിഭയങ്കരമായിട്ടുള്ള 2 കണ്ണുകള്. തപ്തസ്വർണ സവർണ ഘൂർണത് അതിരൂക്ഷാക്ഷം, അതിരൂക്ഷാക്ഷം, അതിഭയങ്കരമായിട്ടുള്ള 2 കണ്ണുകള്. 2 സ്വർണഗോളങ്ങള് തീയിലിട്ട് അതങ്ങനെ ചുട്ടു പഴുപ്പിച്ച് തീപ്പൊരി പറക്കുന്ന 2 സ്വർണഗോളങ്ങൾ കണ്ണിന് പകരം എടുത്തു വെച്ചാൽ എങ്ങനെയാണോ അത് പുറത്തേക്ക് തള്ളി നിൽക്കുക, അതുപോലെ 2 കണ്ണുകള്. വളഞ്ഞ പുരികക്കൊടി, ചുളിവ് വീണതായിട്ടുള്ള നെറ്റിത്തടം, നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നതായിട്ടുള്ള ശിരസ്സിലെ ആ രോമങ്ങൾ മുഴുവൻ കിരീടത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. സ്വർണ്ണ നിറത്തിലുണ്ട്, വെളുത്ത നിറത്തിലുണ്ട്, കറുത്ത നിറത്തിലുണ്ട്, തവിട്ട് നിറത്തിലുണ്ട്, പല നിറത്തിലുണ്ട് ആ രോമങ്ങൾ. കൂർത്ത മുഖം, പതിഞ്ഞ മൂക്ക്, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ കൊടുങ്കാറ്റുണ്ടാവുന്നു. മൂക്കിന്റെ താഴത്ത് അവിടെവിടെയായിട്ട് ഓരോന്നായിട്ട് എഴുന്നു നിൽക്കുന്നതായിട്ടുള്ള മീശരോമങ്ങൾ. വലിയ വായ, മഹാദരീസഖമുഖം. ദരി എന്ന് പറഞ്ഞാൽ ഗുഹ, മഹാദരി എന്ന് പറഞ്ഞാൽ വലിയ ഗുഹ. അയ്യോ, ഇത്രയും വലിയൊരു വായയോ? ഇത് ആർക്കാ കണ്ടിട്ടുള്ളത്? കണ്ടിട്ടില്ല. അതോ ചെവി വരെ പിളർന്നിരിക്കുന്നു വായ. സിംഹത്തിന്റെ വായല്ലേ, ആ കറുകറുത്ത കടവായ. ഈ ചുണ്ട് 2 ചേരുന്ന സ്ഥലത്തെ കറുകറുത്ത കടവായ. പിന്നെ മുന്നില് കൂർത്തമൂർത്തതായിട്ടുള്ള പല്ലുകൾ. ഏത് ജീവിയെയും കടിച്ചു കോർക്കാൻ കഴിവുള്ള കൂർത്തുമൂർത്ത മുൻപല്ലുകൾ. ഏത് എല്ലും കല്ലും കടിച്ചു പൊടിക്കാൻ കഴിവുള്ള ശക്തിയേറിയതായിട്ടുള്ള അണപ്പല്ലുകൾ. വളഞ്ഞ ദംഷ്ട്രകൾ, ക്രൂരമായ നോട്ടം, അതിഭയങ്കരമായിട്ടുള്ള രൂപം, ധാരാളം താടിയിലൊക്കെ രോമങ്ങൾ,
ചെവി, ചെറിയ ചെവി, അത് രോമങ്ങളെ കൊണ്ട് മറഞ്ഞിരിക്കുന്നു. അതിഭയങ്കരമായിട്ടുള്ള അട്ടഹാസം. ചെറിയ കഴുത്ത്, കഴുത്തില് ചേർന്ന് ചേർത്ത് കെട്ടിയതായിട്ടുള്ള കൗസ്തുഭം എന്ന രത്നം, മാറില് ശ്രീവത്സം എന്നടയാളം, ആ ലക്ഷ്മി രേഖ, വിരിഞ്ഞ മാറിടം, ധാരാളം മാലകൾ, ഇടുങ്ങിയ അരക്കെട്ടിൽ ഞൊറിഞ്ഞെടുത്ത പീതാംബരപ്പെട്ട്, അത് പാദം വരെ ഞാന്നു കിടക്കുന്നു. പാദത്തിൽ പൊഞ്ചിലമ്പുകൾ. ആ പാദത്തിനൊരു മാറ്റമില്ല. രണ്ടു വശത്തേക്കും നോക്കി, ശരീരത്തിന്റെ ആ ചുമലിന്റെ അടുത്ത് രണ്ടു വശത്തും ദോഷത് ഉൽഗത നഖ ക്രൂരാംശു ദൂരോൽബണം, തീവരം തടിച്ചു കൊഴുത്തതായിട്ടുള്ള കൈകള്. എത്രണ്ണം? ദോശതം, 100 കണക്കിന്, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര. ശതം എന്ന് പറഞ്ഞാൽ കൃത്യം 100 എന്നല്ല അർത്ഥം. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കൈകള്, ഒന്നിന്റെ മേത ഒന്നായിട്ട് അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. എല്ലാ കൈകളിലും ഉണ്ട് ആയുധങ്ങള്. എല്ലാ കൈയിലും സജ്ജമായിട്ടുള്ള ആയുധങ്ങളോട് കൂടിയിട്ട് 2 കയ്യ് അത് തന്റെ മാറിടത്തെ ലക്ഷ്യമാക്കി വരുന്നത് പോലെ കൂർത്തുമൂർത്തതായിട്ടുള്ള നഖങ്ങൾ. തീർച്ചയായിട്ടും ഇവൻ വിഷ്ണു തന്നെ. നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യൽഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം പൃഥുഭ്യാമമും വീരോ നിർഗളിതോധ ഖഡ്ഗഫലകൗ ഗൃഹൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാത ഭുവനഗ്രാസോദ്യതം ത്വാമഹോ. ഇവൻ വിഷ്ണു തന്നെ. ഇവനെ ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ടാ ചാടിയത്. എടുത്തൊരു ചാട്ടം. ലോകത്തെ മുഴുവൻ വെട്ടി ഒഴുകാൻ പറ്റിയ വലിയ വായയുമായിട്ട് വരുന്ന ഈ ഭഗവാനോടുണ്ടോ ഈ ഹിരണ്യകശിപുവിന് എതിരിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നു? ഭ്രാമ്യന്തം ദിതിജാതമം പുനരവി പ്രോൽഗൃഹ്യദോർഭ്യാം ജവാദ് ദ്വാരേധോരുയുഗേ നിപാത്യ നഗരാൻ വ്യുൽഖായ വക്ഷോ ഭുവി നിർഭിന്ദൻ അധിഗർഭ നിർഭരകളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗൽ സംഹാരി സിംഹാരവൻ. തക്കം നോക്കുക, എങ്ങനെയാണ് ഈ വിഷ്ണുവിനെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചു വെട്ടി വീഴ്ത്തുക. 4 ഭാഗത്തും പാത്തും പതുങ്ങിയും യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നതായിട്ടുള്ള ആ ഹിരണ്യകശിപുവിന് ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല. അതിഭയങ്കരമായിട്ടുള്ള അട്ടഹാസം, ക്രൂരമായിട്ടുള്ള നോട്ടം, കൈകളിലുള്ള ആയുധങ്ങൾ, അടുത്തേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. തീയിന്റെ അടുത്തേക്ക് മഴപ്പാറ്റ വരുന്നത് പോലെ വന്നു ഹിരണ്യകശിപു എന്നാ പറയേണ്ടത്. എന്നിട്ടോ അവന് ഭഗവാൻ പലപ്പോഴും പിടിച്ചു. പിടിച്ചപ്പോ അവൻ കൊടഞ്ഞപ്പോ ഭഗവാൻ വിട്ടു. കാരണം എന്താന്നല്ലേ? പകലും രാത്രിയും കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്ധ്യാസമയമായി എന്ന് കണ്ടതോട് കൂടിയിട്ട് ഭഗവാൻ തന്റെ കൈകളെ കൊണ്ട് അവനെ ഇറുക്കി അങ്ങ് പിടിച്ചു. അതോടുകൂടി അവൻ ഉറക്കെ കൊടഞ്ഞു. പക്ഷെ അവൻ അനങ്ങാൻ കഴിഞ്ഞില്ല. അവൻ വളരെ വേഗത്തിൽ ഓടി. പക്ഷെ അവന്റെ കാലുകൾ അനങ്ങിയില്ല. അവൻ ഉറക്കെ കരഞ്ഞു. പക്ഷെ അവന്റെ ശബ്ദം പുറത്തേക്ക് കേട്ടില്ല. അവൻ കണ്ണ് തുറിച്ചു മിഴിച്ചു നോക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവന്റെ കണ്ണ് തുറന്നില്ല. ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഓടി. ശവത്തെ എടുത്ത് ഓടുന്ന ലാഘവത്തോട് കൂടിയിട്ടാ ഭഗവാൻ ഓടിയത്. എടുത്തങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് അകത്തല്ല പുറത്തല്ല ഉമ്മരപ്പടിയിൽ അവിടെ ഇരുന്നു. ആകാശത്തിലല്ല ഭൂമിയിലല്ല, തന്റെ മടിയിൽ അവിടെ കിടത്തി. അവന്റെ തലയിലുള്ള കിരീടം ഒരു തട്ട് കൊടുത്തു. അവന്റെ തലമുടി ഒരു കൈ കൊണ്ട് പിടിച്ചങ്ങ് താഴ്ത്തി. അവന്റെ കൈ രണ്ടും ഒരു കാലുകൊണ്ട് അവിടെ ചവിട്ടി വെച്ചു. അവന്റെ കാൽമുട്ടുകള് മറ്റൊരു കൈ കൊണ്ട് അവിടെ ചവിട്ടി പിടിച്ച് താഴ്ത്തി. അനവധി കൈകളുള്ളത് ഇപ്പൊ ഉപകാരമായി. കാവടി പോലെ വളഞ്ഞു വന്നു അവന്റെ ശരീരം. ഭഗവാൻ തന്റെ കൂർത്തുമൂർത്തതായിട്ടുള്ള നഖങ്ങൾ അവന്റെ ആ മാറിടത്തിലേക്ക് ക്രേന്നിറക്കിയതും വലിച്ച് അങ്ങ് കുടിക്കാൻ തുടങ്ങി. തിളച്ചു വരുന്നതായിട്ടുള്ള രക്തം പായം പായമുദൈരയോ ബഹുജഗൽ സംഹാരി സിംഹാരവൻ. രക്തം അങ്ങനെ കുടിക്കുക, എന്നിട്ട് ഉറക്കങ്ങനെ അട്ടഹസിക്കുക. വീണ്ടും രക്തം കുടിക്കുക, വീണ്ടും അട്ടഹസിക്കുക. നാവിട്ട് ഇളക്കി രക്തത്തെ അങ്ങനെ കുടിക്കാൻ തുടങ്ങി. അവന്റെ കഴുത്ത് മുതൽ അരക്കെട്ട് വരെ വലിച്ചങ്ങ് കീറി. എന്നിട്ട്
ഭഗവാൻ അവന്റെ കൊടൽമാല, ആമാശയും ചെറുകൊടലും വൻകുടലും എല്ലാം കൂടിയതായിട്ടുള്ള കൊടൽമാല തന്റെ നഖങ്ങളെ കൊണ്ട് വലിച്ചെടുത്തു. അതിനെ നാവിലിട്ട് ഉറിഞ്ഞു കുടിച്ചു. ആ കൊടൽമാല കഴുത്തില് തൂക്കിയിട്ടു. ഭഗവാന്റെ ശരീരത്തിലൊക്കെ ഉടുത്ത വസ്ത്രത്തിലും ആകെ രക്തത്തുള്ളികള് നിണമണിഞ്ഞിരിക്കുന്നു. ഭഗവാൻ ആകെ മാംസകഷ്ണങ്ങൾ അവിടെയൊക്കെ കിടക്കുന്നു. രക്തം 4 ഭാഗത്തും തളം കെട്ടിക്കിടക്കുന്നു. അതിഭീകരമായിരിക്കുന്ന രംഗം. എന്നിട്ട് അവന്റെ പീണം കാലുകൊണ്ടൊരു തട്ടുകൊടുത്തു. ത്യക്വാതം മഹതമാശു രക്തലഹരീസിക്തോന്നമദ്വർഷ്മണി പ്രത്യുൽപത്യ സമസ്ത ദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോൽക്കരം പ്രോത്സർപ്പൽഖചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം ദധൗ താവന്മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാകോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവ സർവേ സർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷതാം ഭൂയോപ്യക്ഷതരോഷധാം നിഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർന്നമത്യപഭയേ കാരുണ്യഭാരാകുലാം ശാന്തസ്ത്വങ്കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരഥോൽഗായകഃ തസ്യാകാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താദൃങ്ഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേൽ പ്രഹ്ലാദപ്രിയ 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 ഹേ മരുൽപുരപദേ സർവാമയാൽ പാഹിമം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ അവന്റെ പിണം തന്റെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് അവനിരുന്ന കസാലയിൽ അവിടെ ഇരുന്നു. അഗർജിക്കാൻ തുടങ്ങി. നോക്കണ സ്ഥലത്തൊക്കെ തീ പിടിക്കാൻ തുടങ്ങി. അസുരന്മാരൊക്കെ ആകർഷിച്ചിട്ട് തിന്നാൻ തുടങ്ങി. കുറച്ചു നേരം കൂടി ഭഗവാൻ ഇങ്ങനെ ഇരുന്നാൽ ലോകാവസാനം ഉണ്ടാവുമെന്ന് തോന്നി. ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഭഗവാനെ വന്ന് സ്തുതിച്ചു. പക്ഷെ അവരുടെ ഒന്നും സ്തുതി ഭഗവാന്റെ ചെവിയിലേക്ക് പോയില്ല എന്ന് തോന്നുന്നു. അവര് വരുന്നത് കണ്ട ഒരു നോട്ടം, ഒരു ഗർജനം. എന്റെ ഈശ്വര, പേടിച്ചോടി എല്ലാവരും. എന്തിനാ? ലക്ഷ്മീദേവി പോലും ഭയപ്പെട്ടു. എന്റെ ഭർത്താവല്ല ഇതെന്ന് ലക്ഷ്മീദേവി പറഞ്ഞത്. അവസാനം പ്രഹ്ലാദേ പദയോർന്നമത്യപഭയേ. ഇതിനൊരു അവസാനം വേണല്ലോ. ബ്രഹ്മാവ് പ്രഹ്ലാദന്റെ കയ്യിലും കാലിലും ശരീരത്തിലും ഒക്കെ കെട്ടിയ കെട്ട് പിന്നിക്കൂടെ ചെന്നിട്ട് അഴിച്ചു. അപ്പോ പ്രഹ്ലാദൻ എന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോ വാ പൊത്തി. അന്നാണത്രേ കഥകളി തുടങ്ങിയത്. അങ്ങനെ സ്വാമി ഗുരുവായൂരപ്പദാസൻ പറയാണ്. ബ്രഹ്മാവ് പറഞ്ഞു പ്രഹ്ലാദ ബാലനോട്, പോയി ആ അച്ഛനോട് കോപിച്ചതായിട്ടുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കൂ, സമാധാനിപ്പിക്കൂ എന്ന്. പ്രഹ്ലാദൻ എപ്പോഴാണോ ഭഗവാന്റെ പാദത്തിൽ വന്നങ്ങ് തൊട്ടത്, അതോടുകൂടി ശാന്തസ്ത്വകരമസ്യ മൂർധ്നി സമധാ. ഈ ക്രൂരനരസിംഹം ശാന്തനരസിംഹമായി തീർന്നു. ഭഗവാനിപ്പോ പ്രഹ്ലാദ ബാലനെ എടുക്കാനുള്ള ശക്തിയും കൂടി ഇല്ലാതെയായി. ഇപ്പൊ അനവധി കൈകളൊന്നുമില്ല, 4 കൈകളേ ഉള്ളൂ. അതിൽ ആയുധങ്ങളൊന്നുമില്ല. ആ നഖമൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു. ആ ദംഷ്ട്രകളൊന്നും ഇപ്പൊ കാണാനില്ല. ആ നാവൊക്കെ അകത്തേക്ക് കയറിപ്പോയി. ആ കണ്ണൊക്കെ ഇപ്പോ എവിടേക്കാ കയറിപ്പോയത് എന്നറിയില്ല. ആ ക്രൂരഭാവമൊന്നുമില്ല, ഇപ്പൊ ശാന്തഭാവമായി. ഇപ്പൊ ശരീരത്തിന് ആ ചൂടില്ല, കദളിവാഴ പോലെ തണുത്തു. വാരിയെടുത്തു, മാറോട് ചേർത്തു, കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. പ്രഹ്ലാദ ബാലനെ സ്തുതി കേൾക്കണം എന്നുള്ള നിലയ്ക്ക് കടാക്ഷിച്ചു.
40-ലധികം ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭാഗവതത്തിൽ പ്രഹ്ലാദബാലൻ ഭഗവാനെ സ്തുതിച്ചത്. അത് കേട്ട് ഭഗവാൻ സന്തോഷിച്ചു. ശാന്തസ്ത്വം കരമസ്യ മൂർധനി സമധാഹ. പ്രഹ്ലാദന്റെ തലയില് ഭഗവാൻ തന്റെ കയ്യ് വെച്ചു. ഒരു കൈകൊണ്ട് പ്രഹ്ലാദബാലനെ തന്റെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മറ്റേ കയ്യ് പ്രഹ്ലാദന്റെ തലയിലും വെച്ചു. അപ്പോഴാണ് വേറൊരു കയ്യും കൂടി മോതിരങ്ങളും വളകളും ഒക്കെ അണിഞ്ഞ വേറൊരു തങ്ക നിറത്തിലുള്ള കയ്യ് തന്റെ കയ്യിന്റെ മുകളിൽ പ്രഹ്ലാദന്റെ തലയില്. അല്ല, ലക്ഷ്മി എപ്പോഴാ വന്നത്? ചേർന്നിരിക്കൂ. ലക്ഷ്മി നരസിംഹമായിട്ട് ഭഗവാൻ ശോഭിക്കുന്നു. രണ്ടുപേരും കൂടി പ്രഹ്ലാദബാലനെ അനുഗ്രഹിച്ചതായിട്ടുള്ള ഈ ചരിത്രം ആരാണോ പാടുന്നത്, കേൾക്കുന്നത്, പ്രഹ്ലാദബാലൻ ഭഗവാനോട് അനുവാദം വാങ്ങിയിട്ടുണ്ട്. ലോകായ ചാനുഗ്രഹം. എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അച്ഛന് ഗതി കിട്ടണമെന്ന് ആദ്യം പറഞ്ഞത്. അത് കിട്ടിക്കഴിഞ്ഞു എന്നായി. പിന്നെ വീണ്ടും നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ എനിക്കൊരു വരവും വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭഗവാനെ അവിടുത്തെ പാദഭക്തി ഉണ്ടാവണമെന്നാ പ്രാർത്ഥിച്ചത്. അയ്യോ, ആ വരം തരാൻ വയ്യ എന്ന് പറഞ്ഞു ഭഗവാൻ. കാരണം ഈ പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, വെളിച്ചുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്, ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട്, കുന്നുണ്ടെങ്കിൽ കുഴിയുണ്ട്. അതുപോലെ സജ്ജനങ്ങളുണ്ടെങ്കിൽ ദുർജനങ്ങളും ഉണ്ട്. ഇരുട്ടുള്ളത് കൊണ്ടാണ് വെളിച്ചത്തിന്റെ മഹത്വം നമ്മൾ അറിയുന്നത്. അതുപോലെ ദുർജനങ്ങളുള്ളത് കൊണ്ട് അസജ്ജനങ്ങളുടെ മഹത്വം അറിയുന്നത്. സൃഷ്ടിയുടെ പ്രത്യേകതയാണ്, തീരെ ഇല്ലാതെയാക്കാൻ പറ്റില്ല. എങ്കിലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വരം ഒരു ഭേദഗതിയോടുകൂടി അനുവദിച്ചു തന്നിരിക്കുന്നു. ആരാണോ ഈ കഥ പാടുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, സ്മരിക്കുന്നത്, അവർക്കൊക്കെ അങ്ങയ്ക്ക് തന്ന അതേ ഗതി, അതേ ഭക്തി തരാം എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കും പ്രഹ്ലാദനെ പോലെ ഭഗവാന്റെ പാദത്തിൽ ഭക്തിയുണ്ടാവും എന്ന് ഭഗവാൻ തന്നെയാണ് വാക്ക് തന്നിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ ഈ നാരായണീയ സപ്താഹം സമർപ്പിക്കുന്നു. നാളെ നമ്മുടെ മൂന്നാമത്തെ ദിവസം. പരശുരാമാവതാരം വരെയുള്ള കഥകളാണ് നാളെ പാരായണം ചെയ്യുക. നാലാമത്തെ ദിവസം രാവിലെ കൃഷ്ണാവതാരം. കൃഷ്ണാവതാര സമയത്ത് പറനിറയ്ക്കുന്നതും അതുപോലെ തന്നെ പഴം മുതലായിരിക്കുന്ന പഴവും മധുരസാധനങ്ങളും ഒക്കെ, ശർക്കര, മുന്തിരി, മധുരസാധനം എന്ന് പറഞ്ഞാൽ ബേക്കറിയിൽ നിന്നൊന്നും ഒരു വാങ്ങിക്കൊണ്ടുവരണ്ട. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് ബേക്കറി പോയിട്ട് ലഡുവും ജിലേബിയും ഒന്നും വാങ്ങിക്കൊണ്ടുവരണ്ട. പ്രത്യേകിച്ച് ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്ക് ബേക്കറിയിൽ നിന്ന് കൊണ്ടാക്കിയ സാധനമൊന്നും കൊണ്ടുവരരുത്. കാരണം എന്താന്ന് ചോദിച്ചാൽ ബേക്കറിയിൽ എന്തുണ്ടാക്കുമ്പോഴും കുറച്ചെങ്കിലും കോഴിമുട്ടെങ്കിലും ചേർക്കാതെ അവർക്ക് ഉണ്ടാക്കാൻ വയ്യ. അത് അമ്പലത്തിൽ കൊണ്ടുവരാൻ നല്ലതല്ല. പിന്നെ പഞ്ചസാര, കൽക്കണ്ടം, മുന്തിരി, പലതരത്തിലുള്ള പഴങ്ങള്, ഇതൊക്കെ മറ്റന്നാളാണ് കൃഷ്ണാവതാരം. രാവിലെ 8 മണിക്ക് തന്നെ അല്ലെങ്കിൽ ഒരു 8:30-ക്കെങ്കിലും എത്തണം കൃഷ്ണാവതാരത്തിന്. അത് വളരെ ഐശ്വര്യപ്രദമാണ്. ഇപ്പോ വാക്കുകളെ നിർത്തുന്നു. എല്ലാവരും കുറച്ച് നാമം ജപിച്ച് സ്വസ്തി പറഞ്ഞ് ദീപാരാധനയോടുകൂടി സമർപ്പണം. താഴെ പാനകം, ഭഗവാന് നിവേദിച്ചതായിട്ടുള്ള പാനകം താഴെ വിതരണം ചെയ്യുന്നതായിരിക്കും. പൂവ് പ്രസാദമായിട്ട് ഈ ദീപാരാധന കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങാം. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷാഃ ന്യായേന മാർഗേണ മഹീം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു കാലേ വർഷതു പർജന്യഃ കാലേ വർഷതു പർജന്യ പൃഥിവീ സസ്യശാലിനി പൃഥിവീ സസ്യശാലിനി ലോകോയം ക്ഷോഭരഹിതം ലോകോയം ക്ഷോഭരഹിതം സജ്ജനാഃ സന്തു നിർഭയാഃ സജ്ജനാഃ സന്തു നിർഭയാഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശാന്തി ശാന്തി ശാന്തി. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ശരണയുഗം. ദേവി മഹേശ്വരി ശരണം മേ തവ ചരണയുഗം. രവിപുരത്തപ്പ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമഃ പാർവതീപതയേ. മഹാദേവ ജാനകീ ജീവനസ്മരണം. രാമ രാമ ഗോപികാ ജീവനസ്മരണം.